നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയാൽ ഏറ്റവും ഉന്നതമായ വികസന മുന്നേറ്റം നടത്തിയപ്പോഴാണ് എല്ലാ രംഗത്തും വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ അത് മാത്രമല്ല. എല്ലാ സാമൂഹികമായ ഉയർച്ചയ്ക്ക് മുൻകൈയെടുത്ത ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ 10 വർഷവും കാലം. ഈ 10 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള വളർച്ച, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള വളർച്ച, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള വളർച്ച, റോഡുകൾ, പാലങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഭൗതിക രംഗത്ത് വന്നിട്ടുള്ള വളർച്ച, പവർ കട്ടില്ലാത്ത കേരളം കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ലാത്ത 2016 ശേഷം പവർ കട്ടില്ലാത്ത കേരളം, വ്യവസായ അനുകൂല നിക്ഷേപത്തിന്റെ ഒന്നാമത് ഇന്ത്യയിൽ വ്യവസായ നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനം ഏത് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും നല്ല സംസ്ഥാനം, വ്യവസായ നിക്ഷേപത്തിന് ഏറ്റവും നല്ല സംസ്ഥാനം കേരളം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നാളെ ഞാൻ പറഞ്ഞ ഭൗതികമായ പുരോഗതി മാത്രമല്ല, സാമൂഹ്യമായ പുരോഗതികൾ ഉണ്ടായതും ഇവിടെ തന്നെയാണ്. ആ വികസനം, അതാണ് വികസന മുന്നേറ്റം എന്ന് പറയുന്നത്. നമ്മൾ വികസന മുന്നേറ്റ ജാഥയാണ്. വികസനം എന്ന് പറയുന്നത് ഭൗതികമായ വികസനം മാത്രമല്ല, മറ്റ് മേഖലകളിൽ വന്നിട്ടുള്ള വികസനം, അത് നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. അതാണ് നമ്മൾ വികസന മുന്നേറ്റ ജാഥയിൽ ഉയർത്തി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടം ഈ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും തൊട്ട് തലോടി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലെ ഇടതുപള്ളി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ ഇന്നും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയും അറിയിക്കേണ്ട സാഹചര്യം അടുത്തു വരികയാണ്. നമ്മളെ സംബന്ധിച്ച് ജാതി മതങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാനോ വർഗീയത പ്രകടിപ്പിക്കാനോ നമുക്ക് കഴിയും. വർഗീയത പ്രചരിപ്പിക്കുന്നതിനെതിരാണ് എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതേതരത്വത്തിന്റെ പക്ഷത്താണ്. മതന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സർക്കാരാണ്, ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ശ്രീ ബാലഗോപാലിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. സമസ്ത മേഖലകളെയും തൊട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ഇപ്പോൾ ഈ വർഷം നമ്മൾ മനസ്സിലാണ് എല്ലാ മേഖലകളിലും ഉള്ളവരെ ജീവിതത്തിന്റെ 25 ലക്ഷം രൂപ വെച്ച് 25 കൊടുക്കും. അപ്പൊ എല്ലാ മേഖലകളിലുമുള്ള സാധാരണക്കാരെ കൈപിടിച്ചുയർത്തുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ പാലവാൻ അവതരിച്ച ബഡ്ജറ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കെല്ലാം സൗജന്യ ഇൻഷുറൻസ്, അതുപോലെ അപകടത്തിൽപ്പെടുന്നവരെ ആദ്യത്തെ 5 ദിവസമുള്ള ചികിത്സ സൗജന്യമാക്കി കൊടുക്കുക. ഇത് ഗതാഗത വകുപ്പിൽ തന്നെ ഇതിന്റെ പണം കുറച്ച് പൈസ കണ്ടെത്തും, മറ്റ് പണം ധനകാര്യ വകുപ്പ് നൽകിക്കൊണ്ട് ഒരു വലിയ നിധി രൂപീകരിക്കുകയും എല്ലാ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളടക്കം ആക്സിഡന്റ് കെയർ നോക്കാൻ കഴിയുന്ന ആശുപത്രികളുമായി ഒരു ടൈപ്പിലെത്തി അവരിൽ നിന്ന് സർക്കാർ ഒരു ഡിസ്കൗണ്ട് നേടുകയും അപകടത്തിൽപ്പെട്ടവരെ നേരെ ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ആദ്യത്തെ 5 ദിവസത്തെ ചികിത്സയ്ക്ക് യാതൊരു പണവും കൊടുക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട ചികിത്സകൾ, ഒരാൾ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 48 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. അതായത് ആ സമയത്ത് യഥാർത്ഥമായ നല്ല ചികിത്സ ലഭിച്ചാൽ ആ ജീവനെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അതാണ് പഠനം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് 2 ദിവസം എന്ന് പ്ലാൻ ചെയ്തെങ്കിൽ ബഡ്ജറ്റ് വന്നപ്പോൾ അദ്ദേഹം ബഡ്ജറ്റിൽ വായിച്ചത് 5 ദിവസത്തെ ചികിത്സ സൗജന്യമാക്കി കൊടുത്തു. 5 ദിവസം എന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണ ഒരു ബെൻസ് കാർ ഓടിച്ചു പോകുന്ന ഡ്രൈവറും മുതലാളി ആക്സിഡന്റിൽ പെട്ടെന്ന് പോയി, ഡ്രൈവറെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ആശുപത്രിയില്ലെങ്കിൽ മുതലാളിയെ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, അതിന് വരാൻ പാടില്ല. ഇവിടെയാണോ പണമുള്ള ആളിനെ കൊണ്ടുപോകുന്നത് അവിടെ പാവപ്പെട്ടവരെയും ഡ്രൈവർമാരെയും കൊണ്ടുപോകണം. എല്ലാവരും ഒരു കാറിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ ചികിത്സയ്ക്ക് അർഹരാകണം എന്നുള്ളതാണ് ബഡ്ജറ്റ് പ്രഖ്യാപനമെന്നതാണ്. ഇത് ഇവിടെ ചിലത് പറയുന്നത് BJP പറഞ്ഞതൊന്നുമല്ല. BJP എന്ന് പറയുന്നത് 2 വർഷം ഞാൻ മന്ത്രിയായി വന്ന വർഷം 2 ദിവസത്തേക്ക് ഇതിൽ പദ്ധതി കൊണ്ടുവരണം എന്നുള്ള അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രിക്ക് പദ്ധതി വളരെ ഇഷ്ടപ്പെടുകയും ഈ ബാലഗോപാലിനെ വിളിച്ചു വരുത്തി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ദൗർഭാഗ്യം വെച്ചാൽ ഞാനില്ലാത്ത ദിവസം നോക്കി ആരോഗ്യ വകുപ്പുമായി ബാലഗോപാൽ മീറ്റിംഗ് വെച്ചു. അവരാണ് ഇതിനെ ഉദ്യോഗസ്ഥന്മാരെത്തി ഇതിനെ വഴി തെറ്റിച്ചു വിട്ടു. ആരോഗ്യക്ക് തന്നെ ഒരുപാട് പൈസ വേണം, ഇതിന് പൈസ ലാവും ഇത്രയും 88 കോടി രൂപ അല്ലെങ്കിൽ 94 കോടി രൂപ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് ഞാൻ നിസ്സാരമായിട്ട് സമാഹരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവർ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും നിൽക്കത്തില്ല, 1400 കോടി വേണം എന്ന് പറഞ്ഞ് ബാലഗോപാൽ
അന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് വായിക്കേണ്ടതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് അതിൻ്റെ മുമ്പത്തെ ബഡ്ജറ്റ് വായിക്കേണ്ടതാണ് നേരത്തെ. പക്ഷെ ഇപ്പോൾ അത് 5 ദിവസം അല്ലെങ്കിൽ അത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു എന്നുള്ളത് സന്തോഷമുള്ളവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും നമ്മൾ തൊടുകയാണ്. ഡിഗ്രി വരെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കി എല്ലാ മേഖലകളും. അതുപോലെ ഈ ആശാ വർക്കർമാരെ വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ ശമ്പളം 2016 ഇപ്പം അസ്ലാം വിടുന്നതിന് സംസാരിക്കുക. അസ്ലാം പറയുന്നു 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആശാ വർക്കറുടെ അലവൻസ് 1000 രൂപയാണ്. ഇപ്പോൾ 9000 രൂപയാണ്. ഇത് 10 വർഷം പിന്നിടുമ്പോൾ ഒരു വർഷം ശരാശരി 1000 രൂപ വെച്ച് കണക്കൂട്ടിയാലും ആ വർധനവ് 10 വർഷം ഈ സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് 9000 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും വലിയ തുക കൊടുക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് 1500 രൂപ വർദ്ധിക്കും. 1500 രൂപ. ബാക്കി മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷകൾ. നമുക്കറിയാം, കാസർഗോഡ് മുതൽ പാറശാല വരെ റോഡ് 4 വരി പാതയാക്കി എക്സ്പ്രസ് ഹൈവേ ആക്കി മാറ്റുന്നതിന് വേണ്ടി സ്ഥലമെടുക്കണം. കേന്ദ്ര ഗവൺമെന്റാണ് മറ്റെല്ലാ സംസ്ഥാനത്തിനും പണം കൊടുക്കുന്നത്. ദൗർഭാഗ്യം വെച്ചാൽ കേരളത്തിന്റെ കാര്യം വന്നപ്പോൾ പറഞ്ഞു കേരളത്തിന് തരത്തില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മളവിടെ ഒരു ചിറ്റമ്മയുടെ നയമാണ്. ചിറ്റമ്മ തരത്തില്ല, കാരണം ചിറ്റമ്മയുടെ കൊച്ചല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ചിറ്റമ്മയുടെ കൊച്ചാക്കാഞ്ഞി തരാം എന്നാണ് പല നേതാക്കന്മാരും. അതിൽ പ്രയാസമായിരിക്കും. ഇപ്പൊ പെറ്റുപോയ കൊച്ചിന് ചിറ്റമ്മയുടെ കൊച്ചാക്കാൻ പാടായിരുന്നു. അപ്പൊ ഈ ചിറ്റമ്മയുടെ കൊച്ചിന് കൊടുക്കാത്തതുപോലെ നമുക്ക് ഒന്നും തരത്തില്ല. അപ്പം സ്ഥലം നമ്മൾ എടുത്തു കൊടുക്കും. സംസ്ഥാന സർക്കാർ 5000-ലധികം കോടി രൂപയാണ് അധികമായി ചെലവഴിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, കാസർഗോഡ് മുതൽ ഇങ്ങനെ പാറശാല വരെ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം സാധാരണക്കാരുടെ സ്ഥലങ്ങൾ ഏറ്റെടുത്തതിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ കോടിക്കണക്കിന് രൂപ വന്നു ഈ വികസനത്തിലൂടെ. ഈ റോഡ് സൈഡിലൊക്കെ കടയുള്ളവരും വീടുള്ളവരുമായ ആളുകളെല്ലാം കെട്ടിടങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നു വന്നതാണ്. അത് തീർച്ചയായ കാര്യമല്ല. കേരളം അതുകൂടെ സമ്പന്നമായി ഈ റോഡ് വന്നത് കൊണ്ട് നമുക്ക് യാത്ര സുഖമാകും എന്നുള്ള ശരിയാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റോഡ് വന്നതിന്റെ പേരിൽ നമ്മുടെ ജനങ്ങളുടെ കയ്യിലേക്ക് വലിയൊരു തുക വന്നിട്ടുണ്ട്. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയ തുക വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. 5000 കോടി കൊടുത്തത് ഈ തമിഴ്നാട്ടുകാർക്കല്ല, ഹിന്ദിക്കാർക്കല്ല കൊടുത്തത്, വടക്കേ ഇന്ത്യക്കാർക്കല്ല, കേരളത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്കാണ് കിട്ടിയത്. പിന്നെ വന്ന ഏറ്റവും വലിയ വികസനമായി BJP പോലും ഉയർത്തി കാണിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം. പലവരങ്ങ് പോയതുകൊണ്ടാണ് ഇപ്പൊ തന്നെ മുമ്പിൽ ഇത് ചോദിച്ചാലേ ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും കേന്ദ്രം സഹായിച്ചു. കേന്ദ്രം പോർട്ട് തുടങ്ങാൻ അനുവാദം തന്നു എന്നത് ശരിയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് പോർട്ട് തുടങ്ങാൻ അനുവാദം. അതിന്റെ ഒരു വശത്ത് അദാനിയാണ്. അദാനി ഇതുവരെ അദാനി ചിലവാക്കിയ പണത്തിന്റെ ആ തുകയേക്കാൾ 3 ഇരട്ടി, 2 ഇരട്ടി, അതായത് 3-ൽ 2. ഇപ്പൊ 300 രൂപ ചെലവാക്കിയാൽ അതിൽ 100 രൂപ അദാനി ചെലവാക്കി, 200 രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കി. കേന്ദ്ര ഗവൺമെന്റ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ 1 പൈസ പോലും ഇന്ന് വരെ മുടക്കിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുക്കാമെന്നാണ്. അത് കേരള ഗവൺമെന്റ് ഉറപ്പ് കൊടുക്കണം. 30 വർഷത്തിനുള്ളിൽ ഈ പണം തിരിച്ചു കൊടുക്കണം, പലിശയും മുതലും ചേർത്ത്. അതായത് തരാൻ പോകുന്നത് 821 കോടി. അതായത് അദാനി പോർട്ടിന് നഷ്ടം സംഭവിച്ചാൽ, വിഴിഞ്ഞ പോർട്ടിന് നഷ്ടം സംഭവിച്ചാൽ അത് നികത്താൻ വേണ്ടി സംഭവിച്ചാൽ, അത് പ്രത്യേക ഉടനെ സംഭവിച്ചിട്ട് കൊടുക്കൂല, സംഭവിച്ചാൽ 826 കോടി രൂപ കൊടുക്കും. പക്ഷെ ഇത് ഏതാണ്ട് 3000 കോടി രൂപയായി നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇതിനുണ്ട് കടമാണ്, പലിശയുണ്ട്, ലാഭത്തിന്റെ വിഹിതമുണ്ട് ഇതിനകത്ത്. ഇത് വരുന്നത് അങ്ങനെയാണ്. UDF സർക്കാരിന്റെ കാലത്താണ് ഇത് തുടങ്ങിയത്. ഞങ്ങളാണെന്നൊക്കെ അവകാശപ്പെടുന്നത്. UDF സർക്കാരിന്റെ കാലത്തുള്ള ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ ഈ പോർട്ട് തുടങ്ങി 2045 അദാനി നമുക്ക് ലാഭത്തിന്റെ വിഹിതം തന്നാൽ മതിയാണ്. പക്ഷേ ഇപ്പോൾ 6 വർഷം കഴിഞ്ഞാൽ അദാനി ലാഭത്തിന്റെ വിഹിതം. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ എഗ്രിമെന്റിൽ മാറ്റം വരുത്തി. പഴയ എഗ്രിമെന്റ് പറ്റൂല, ഞങ്ങൾ പുതിയ എഗ്രിമെന്റ് വേണം, എന്നാൽ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അദാനി തയ്യാറായി. അതായത് 2026 ആയിട്ടുള്ളൂ. 2045 അദാനി ലാഭത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാർ തരേണ്ടിയിരുന്നത് ആ എഗ്രിമെന്റ് പ്രകാരം. ആ എഗ്രിമെന്റ് റദ്ദാക്കി, പുതിയ റദ്ദാക്കിയപ്പോൾ 6 വർഷം കഴിയുമ്പോൾ, തുടങ്ങിയ 6 വർഷം, തുടങ്ങിയിട്ട് 2 വർഷം കഴിച്ചു, 4 വർഷം കഴിഞ്ഞാൽ അടുത്ത 2028 ഇവരെ നമുക്ക് ലാഭത്തിന്റെ വിഹിതം തരേണ്ടി വരും സംസ്ഥാന സർക്കാർക്ക്. ഈ മാറ്റങ്ങളാണ് ഇടതുപക്ഷ വ്യത്യാസം. അപ്പൊ നമ്മളിപ്പോ ആമയുടെ കാര്യം പറഞ്ഞു, ഞാൻ വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതിന്റെ അപകടം ഞാൻ പറഞ്ഞുതരാം. വനമന്ത്രി കൂടിയായിരുന്ന ഞാൻ അതിന്റെ ഒരു അപകടം പറഞ്ഞുതരാം. ഇതുവരെ ഒരാളും പറയാത്തൊരപകടം. ഈ ആമയുടെ മുട്ട ഇടുന്ന എന്തോ ഒരു റിസർച്ച് സെന്ററോ
മുട്ട വിരിക്കുന്ന മെഷീനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഈ ആമ കടലിൽ കയറി വന്ന് കടപ്പുറത്ത് കുഴി കുഴി അതിൽ മുട്ടയിടും, അത് മൂടി വയ്ക്കും. അത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ ആമ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കൂടി കടലിലേക്ക് ഇറങ്ങി പോകും. അപ്പോൾ ഈ ഭാഗത്തുകൂടി കടക്കാൻ പറ്റും. നമ്മളതിൻ്റെ പുറത്ത് വെച്ചിട്ട് നടത്താൻ മണ്ണിനടിച്ച് മുട്ട പൊട്ടിപ്പോകും. മണ്ണ് അത് ചെറുതായിട്ട് കുഴിയിടും, ഇത്രയും കുഴിയിനകത്ത് താഴോട്ട് അതിനകത്ത് ഒണിഞ്ഞ് മുട്ടയിട്ടിട്ട് അത് തന്നെ നമുക്ക് തിരിച്ചു. അപ്പോൾ ഇവിടെ കിടക്കുന്ന മണ്ണാണ്, ചവിട്ടിയ മുട്ടയൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വംശനാശം നേരിടുന്ന കടലാമയെ രക്ഷിക്കാൻ വേണ്ടി പദ്ധതി ഗുജറാത്ത് മുതൽ തീരദേശത്തെന്നാണ് പറഞ്ഞത്. ഇത് മുട്ടയിടുന്ന തീരദേശങ്ങളിൽ ഒന്നാണ് കേരളം. എന്താ സംഭവിക്കാൻ പോകുന്നത്? ടൈഗർ സാങ്ച്വറി പോലെയാവും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്ത് താമസിക്കുന്നവർക്കും സ്വന്തം വീട്ടുപറ്റത്തുള്ള കടപ്പുറത്ത് ഇറങ്ങിയാൽ പോലീസ് പിടിച്ച് ചെയ്യാൻ കിട്ടുന്ന ഒരു നിയമത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. പിന്നെ അത് മുട്ടയിടുന്ന ഫാക്ടറി ഉണ്ടാക്കുന്നതല്ല, ഇത് കരയിൽ എവിടെയാ മുട്ടയിടുന്ന ആർക്കും പറയാനൊക്കില്ല. അത് കയറുമ്പോൾ ഒരു മേഖലയാണ്, ഇന്ന മേഖലയിൽ മുട്ടയിടുന്ന സ്ഥലമാണ്, അത് മൊത്തം ഒന്ന് തടയും. അവിടെ മനുഷ്യർ കയറാൻ പാടില്ല. നമ്മളങ്ങോട്ട് അവർ വേലി കിട്ടുകയോ അല്ലെങ്കിൽ അവർ കേസെടുക്കുകയോ ചെയ്യും. കാരണം വനത്തിനകത്ത് കയറാൻ പറ്റുമോ? ടൈഗർ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാൻ പറ്റുമോ? അവിടെ രാത്രികാലം പകലോ രാത്രിയോ മനുഷ്യന് കയറി നടക്കാൻ പറ്റുമോ? അവിടെ കൂടി ഫോറസ്റ്റ് ഏൽപ്പിച്ചുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ തീരദേശത്തും മനുഷ്യർ ജീവിക്കാൻ വള്ളത്തിൽ പോകാൻ പറ്റത്തില്ല. വെള്ളം എവിടെയും കയറ്റാമല്ലോ. തീരദേശമുള്ള എവിടെയും മത്സ്യത്തൊഴിലാളി വെള്ളം കയറ്റാം തുടങ്ങി വന്നാൽ മതി. അവർക്കറിയാം പാറയില്ലാത്ത സ്ഥലം നോക്കി അവർ പോലും അങ്ങനെ അത് പറ്റില്ല. ഈ പറയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. ആ സ്ഥലത്തേക്ക് പിന്നെ തീരദേശത്തുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രവേശനമില്ല, ടൂറിസ്റ്റുകൾക്കും പ്രവേശനമില്ല. കാരണം നമ്മൾ ചവിട്ടി പൊട്ടിച്ചാലും മുട്ട ഇത് അപകടം, അടുത്ത അപകടം നമ്മൾ മുമ്പിൽ വരികയാണ്. പിന്നെ അടുത്ത അപകടം ബഡ്ജറ്റ് ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്. ഖനനം നമ്മൾ ഏറ്റെടുക്കുന്ന അതായത് ചവറ മിനറൽസിന് വേണ്ടി ടൈറ്റാനിയം ഫാക്ടറിക്ക് വേണ്ടി ഖനനം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. നമ്മൾ ഖനനം ചെയ്യുന്നു, നമ്മൾ അത് വർദ്ധിപ്പിക്കുന്നു, അതിനെ വാല്യൂ അഡീഷൻ കൊടുക്കുന്നു, അതിനെ ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നു, വിൽക്കുന്നു. അതാണ് ടൈറ്റാനിയം കമ്പനി അനേകം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചു കൊടുക്കുന്ന ടൈറ്റാനിയം ഫാക്ടറി. ആവശ്യമായ മണ്ണ് അവിടെ ഉണ്ട്. അത് ഇനി എടുക്കാൻ പോകുന്ന കേന്ദ്രമാണ്. അവിടുന്ന് മാത്രമല്ല, വയനാട്ടിലെ വനഭൂമിയുടെ അടിയിൽ, വയനാടൻ താമരശ്ശേരി ചുരം കയറി പോകുന്ന വനഭൂമിയുടെ അടിയിൽ കയറി ചെല്ലുന്നത് വലിയ ധാതു നിക്ഷേപം. അതായത് കാട് വെട്ടിത്തെളിച്ച് അടിയിൽ കിടക്കുന്ന ധാതു വലിയ ഹിറ്റാച്ചിയും JCB വെച്ച് തോണ്ടിയെടുത്ത് പോകുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും എന്നാണ് പറഞ്ഞു പ്രശ്നം. അപകടങ്ങളാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ ആമയെ കിട്ടിയുള്ളൂ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നെങ്കിലും കിട്ടാൻ പോകുന്ന അപകടം ഇച്ചിരി വലുതാണ്. രണ്ട് മൂന്ന് അപകടങ്ങൾ വളരെ വലുതായിട്ട് കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന വയനാട്ടിലെ വനഭൂമിയിലെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ധാതുക്കളെ ഖനനം ചെയ്യാനുള്ള പരിശ്രമത്തിന് തുടക്കമാണ്. ഒരു വിളിയാണ്. നമ്മൾ വിചാരിക്കും ആമയെ തന്നോണ്ടും ധാതുക്കളെല്ലാം ഖനനം ചെയ്തെടുത്ത് രാജ്യത്തെ രക്ഷിക്കും. അങ്ങനെയല്ല, അത് ഉത്തമ മുതലാളിമാർക്ക് ഖനനം ചെയ്ത് കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കുന്നു. ചവറയിൽ നിന്ന് മാറുന്ന കരിമണൽ കൊണ്ടുപോകുന്നതിന് ഉത്തര മുതലാളിമാരായിരിക്കും. അതിന്റെ പണം ശേഖരിക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കാരണം ഇത്തരം അടി താഴ്ചയ്ക്ക് പോയാലേ കേന്ദ്ര ഗവൺമെന്റ് അവകാശമുള്ളൂ. മേൽ കിടക്കുന്ന മാനുവാരത്തിന് ആരുടെ അനുവാദമുണ്ട്? സംസ്ഥാന സർക്കാരിന്റെ വാരാണ്. ഇത് അപകടകരമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ആമയുടെ കേസ് വലിയ അപകടമായി മാറും. അതുപോലെ ഈ ഖനനം വലിയ അപകടമായി മാറും. കേരളത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ബഡ്ജറ്റാണ്. അതായത് ഗുണമില്ല എന്ന് മാത്രം. എയിംസും ഒന്നും തന്നില്ല എങ്കിലും എയിംസ് തരത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു പറഞ്ഞത് എനിക്കറിഞ്ഞു. എയിംസ് തരുമെന്ന് പറയുന്നതാണ് എനിക്ക് അതൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് ആ ആളിനെ ഈ കൂടെ കിടന്നവനെങ്കിൽ രാപ്പനി അറിയാവും. അപ്പൊ അതുകൊണ്ട് ഞാനിത് അറിഞ്ഞ അങ്ങോട്ട് ഞാൻ പറഞ്ഞേ മറ്റാരും എന്തൊക്കെ വിളിച്ച്. പക്ഷെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് എയിംസ് തരാത്ത എന്താ മറ്റവനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനല്ല ചോദിക്കുന്നത്, നാട്ടുകാർ ചോദിക്കുന്നു. എന്തിനാണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പഴയ ചൊല്ലുണ്ട്, മുണ്ട് കൊടുത്ത് പോകാൻ വേണ്ടിയാണ്. നല്ല മുണ്ട് കൊടുത്തുകൊണ്ട് വന്നേച്ച് അത് ഊരി കൊടുത്തിട്ട് പോകാൻ വേണ്ടി കൊടുത്തോണ്ട് പോകാൻ പോലെയാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി. ഇവിടെ എയിംസ് തരണമെന്നുണ്ടല്ലോ, കോഴിക്ക് ഏതാണ്ട് വിധമെന്ന് പറഞ്ഞാൽ എയിംസ് വന്നിട്ട് ചികിത്സിക്കുകയാണ്. എന്റെ രാജ്യചന്ദ്രശേഖരൻ പറഞ്ഞതാണ്, ഞങ്ങൾ ഇന്ത്യയെ അധികാരത്തെത്തിക്കൂ, ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാം. അത് ഈ കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞു നടക്കാം. അത് വന്നേച്ച് പാല് കുടിക്കാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഡയറ്റയില്ല. അതുകൊണ്ട് ഇതാണ് ഇവരുടെ കേന്ദ്രത്തിന്റെ അപകടം. അതിന്റെ കൂടെ ഇവിടെ UDFന്റെ വർഗീയത. നമ്മളിപ്പോ BJP കളിയൊക്കെ പറയും, BJPക്കാർ വർഗീയവാദികളാണ്, RSS ഉണ്ടെന്നാണ് പറയും. അതവിടെ നിൽക്കട്ടെ. അവരൊക്കെ മോശമായ ജാതിയാണ് കോൺഗ്രസ് പറയുന്നത്. വിവിധ ജാതിയാണ്, വിവിധ ജാതി. അതായത് മതം പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരുദേവ് ജനിച്ചു വളർന്ന മതമേതായാലും മനുഷ്യൻ നന്നാവണമെന്ന് പഠിപ്പിച്ച, മനുഷ്യൻ ജാതി മതങ്ങൾ ചോദിക്കുന്നത് അപമാനമാണെന്ന് പഠിപ്പിച്ച, ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച മണ്ണിൽ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇത് ക്രിസ്ത്യാനി, ഇത് മുസ്ലിം, ഇത് ആര്, ഓർത്തഡോക്സ്, യാക്കോബ, ഇങ്ങനെ
തിരിച്ച് തമ്മിലടിപ്പിച്ചിട്ട് അവരുടെ എല്ലാം വോട്ട് വാങ്ങി പെട്ടിയിട്ട് ജയിക്കുന്ന ഫോർമുലയാണ് നടക്കുന്നത്. ഏത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാൻ അവർ തയ്യാറാവുകയാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനം അവസരവാദപരമായ കൂട്ടുകെട്ടാണ്. കോൺഗ്രസിന്റെ അവസരവാദപരമായ കൂട്ടുകെട്ടും അഴിമതിയുമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരും. അതിലാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. BJPയുടെ പ്രവർത്തന വിജയമല്ല, കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസരവാദപരമായ സമീപനവും മതന്യൂനപക്ഷങ്ങളോടും മറ്റുമുള്ള സമീപനം, ജാതിപരമായ സമീപനം അവർ എടുത്തു. അതിനാണ് ഇപ്പോൾ വൈകി മതേതരത്വത്തിന്റെ നിലപാട് വിട്ടുകൊണ്ട് അവർ നീങ്ങിയപ്പോഴാണ്, ഇന്ത്യയിൽ അഴിമതി വർദ്ധിച്ചപ്പോഴാണ് മറ്റൊരു ഗവൺമെന്റ് വരട്ടെ എന്ന് ജനങ്ങൾ, വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ BJP അധികാരത്തിലെത്തുകയും ചെയ്തു. BJP അധികാരത്തിൽ കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, BJP അധികാരത്തിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ മുന്നണിയല്ല. BJP അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ദുർഭരണം കണ്ട് പൊറുതിമുട്ടിയാണ് ജനങ്ങൾ BJP വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നു. പിന്നീട് അവർ പിടിച്ചു നിന്നു, അത് വേറെ കാര്യം. പക്ഷേ ഈ അപകടമെല്ലാം, ഇനിയും അപകടങ്ങൾ വിളിച്ചു വരുത്താൻ പോകുന്നതിന്റെ പുറകിൽ കോൺഗ്രസ് ആണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനുകൾ കണ്ടതെല്ലാം ജാതിയായിരുന്നു. നമ്മളെല്ലാവരും ചിന്തിച്ചു, ശബരിമല എന്തെങ്കിലും ഒരു വിളി, ഈ സർക്കാരിനെതിരെ മറ്റെന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ച് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോലും UDF-കാർ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സർക്കാരിന് അഴിമതിയില്ല. നമ്മളെന്താണ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഏറ്റവും വെറുക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് വർഗീയതയും ഒന്ന് അഴിമതിയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെറുക്കപ്പെടേണ്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞില്ല. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ വികാരത്തെ ഉണർത്തിവിടാൻ ശ്രമിക്കുകയും, ശബരിമല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഒരു നിലപാടാണ്. അതിനകത്ത് ശബരിമലയുടെ അയ്യപ്പനോടൊപ്പമാണ്. കാരണം ഈ വഴി കച്ചവടം നടത്തുന്നവരും ആ സീസണിൽ അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരും എല്ലാം സാധാരണക്കാരായ വിവിധ മതങ്ങളിൽപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ ആ ഒരു വികാരത്തെ, അയ്യപ്പൻ എന്ന വികാരത്തെ ചൂഷണം ചെയ്ത് അധികാരം പിടിക്കുക എന്നുള്ള നടപടിയുടെ ഭാഗമാണ് ഇപ്പോൾ അസംബ്ലിയിൽ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നു എന്നതും അത് അന്വേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് കണ്ടുപിടിക്കുന്ന ഹൈക്കോടതിയാണ്. അതിന്റെ തുടർന്നുള്ള അന്വേഷണം ഹൈക്കോടതിയാണ്. അതിനെ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയാണ് ഈ കേസിനെ വിലയിരുത്തുന്നത്. ഓരോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SITയുടെ ഉദ്യോഗസ്ഥന്മാർ അടച്ചിട്ട കോടതി മുറിയിൽ 2 ആഴ്ച കൂടുമ്പോൾ അന്ന് വരെ നടന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി 2 ജഡ്ജിമാരെ, ഒരു വ്യക്തിയല്ല 2 ജഡ്ജിമാരെ ബോധ്യപ്പെടുത്താൻ ഡിവിഷൻ ബെഞ്ചാണ്. ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ നിന്നും അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന രീതിയിൽ പോകണമെന്ന് നിർദ്ദേശം കൊടുക്കും. ഇന്ന പോലെ എല്ലാം അന്വേഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറയും. കൊണ്ടുവന്നത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും. ഇന്നേ ദിവസം വരെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് SIയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്നാണ്. കഴിഞ്ഞ 3-4 സിറ്റിംഗിന് ശേഷവും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. അപ്പൊ ഇത് സൂപ്പർവൈസർ ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, കേരളത്തിന്റെ DGP അല്ല. SIയെ കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എന്ന് ഈ ദുഷ്ടലാക്കുള്ള എന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശബരിമല കൊള്ള നടത്തിയത് ആരോപണം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ മുമ്പേ കൊള്ള നടത്തിയത് ആരായാലും, ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും, ഏത് പ്രമാണിയാണെങ്കിലും അകത്ത് കിടക്കും. കോൺക്രീറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ കൊടിമരം നമുക്ക് എടുക്കാൻ ഉദാഹരണം. കള്ളത്തരമല്ലേ ഇത്? അന്ന് ആരാണ് കൊടിമരം തടിയാണെന്ന് പറഞ്ഞ് പൊളിച്ചത്? വായുവാഹനം എന്ന് പറയുന്ന അയ്യപ്പന്റെ വാഹനം, കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന ദിവ്യമായ അയ്യപ്പന്റെ വാഹനം കുതിര, അതിനെ എടുത്ത് തന്ത്രിക്ക് കൊടുത്തതാരാ? AR ഗോപാലകൃഷ്ണൻ അതേ തറയിൽ കൂടിയാണ്, അല്ലാതെ വേറെ ഞങ്ങളാരുമല്ല. അപ്പൊ പറഞ്ഞെന്താ, ഇത് പൊളിച്ചു പണിയണം, ഇത് കുഴപ്പമാണ്. അപ്പൊ പോറ്റി കൂടെ ചേർന്നു. എന്താ ജ്യോതിഷം എന്ന് പറയുന്നത് കേട്ടോ. ജ്യോതിഷം വെച്ചു പറയുകയാണ്, ഇത് ഈ കുടിമരത്തിന്റെ അകത്തുള്ള തടി ധരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാറ്റാവുന്നതാണ് ദേവപ്രശ്നം. തന്ത്രി പറഞ്ഞു, വലിയ ദോഷം താമസിക്കാൻ പാടില്ല, ഇത് വീണാൻ വലിയ ദുർലക്ഷണമാണ്, പറ്റുന്നതോ. അയച്ചു നോക്കിയപ്പോൾ കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റ് കൊടിമരം എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രദേശങ്ങളിലെ കൊച്ചമ്പലങ്ങളിൽ പോട്ടു അല്ലയോ? നമ്മുടെ കൊടിമരം എന്തോ ചെയ്യുന്ന വലിയ തേക്ക് മരം വാങ്ങിച്ചേച്ച് എണ്ണ തോണിയിട്ടേ മാസങ്ങളോളം അതിൽ കിടന്ന് അതിനുള്ള ഇതെല്ലാം ഇറങ്ങിയതിന് ശേഷം ഈ തടി കട്ടിയായതിനു ശേഷം ഈ തടി കുഴിച്ചു നിർത്തിയതിനു ശേഷം അതിന്റെ പുറത്താണ് സ്വർണത്തിന്റെ ആയാലും ചെപ്പിന്റെ ആയാലും ഇത്തവരുടെ അതിൻ്റെ ഈ കവർ ഇടുന്ന ആ പറ ഇങ്ങനെ അത് ഇറക്കിയിരുന്നു. എന്നിട്ടാണ് കൊടിമരം ഉണ്ടായത്. ആ കൊടിമരത്തിന്റെ മുകളിൽ ഇപ്പം തലൂർ അമ്പലത്തിൽ പോയി നോക്കിയാൽ ആ കൊടിമരത്തിന് മുകളിൽ ഇരിക്കുന്നത് സിംഹമാണ്. കാരണം ദേവിയുടെ വാഹനം സിംഹമാണ് പറയുന്ന സമയം. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയി നോക്കിയാൽ എലിയാണ് അതിന്റെ പുറകിൽ. ഗണപതിയുടെ വാഹനം എലിയായിരുന്നു. ശിവന്റെ പടിഞ്ഞാറ്റങ്കര അമ്പലത്തിൽ പോയി നോക്കി ഇപ്പൊ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു, കോടിക്കണക്കിന് വിലവാക്കി ഇപ്പൊ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു. അതിന്റെ മേളിലിരിക്കുന്നത് നന്ദിയാണ്, ശിവന്റെ വാഹനം, ഒരു കാള അതിന്റെ പുറത്ത് കിടക്കന്. അയ്യപ്പന്റെ വാഹനമായ കുതിര എടുക്കുമ്പോൾ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞാൽ 2 തന്ത്രിമാരില്ലേ, എന്നാൽ 2 മുറിച്ചു കൊടുക്കണം.
കണ്ഠര് മഹേശ്വരനും ഉണ്ട്, കണ്ഠര് രാജീവനും ഉണ്ട്. അതെ, രണ്ടുണ്ട്. രണ്ട് തന്ത്രിമാർ മാനകാരിയാണ്. അപ്പൊ ഇളക്കുന്ന സമയത്ത് ഇതെടുത്ത് ഒരു തന്ത്രിക്ക് കൊടുക്കും. അപ്പൊ ഇവരൊരു കമ്പനിയാണ്. മറ്റവർക്ക് എന്താ കൊടുക്കട്ടെ? അവർക്കും അങ്ങനെ അവർക്കും അവകാശമില്ല. ഈ തന്ത്രിയെ നിയമിക്കുന്ന ആരാ? അയ്യപ്പന്റെ കുടുംബമാണ്, അയ്യപ്പന്റെ ബന്ധുവാണെന്ന് വെറുതെ കള്ളം പറഞ്ഞു. ഇവിടെ അമ്പല കമ്മിറ്റിക്കാരെ കൊണ്ടുപോയിട്ട് കൊടുക്കാനുണ്ടെങ്കിലും തന്ത്രി ആരാ തീരുമാനിക്കുന്നത്? അമ്പല കമ്മിറ്റിക്കാർ. ഒരു അമ്പലം പുതുക്കിപ്പെടുന്നാൽ ആ അമ്പലത്തിന്റെ അവസാനം എണ്ണസസ്യത്തെ അമ്പലം അഞ്ചലൻ കളരി ക്ഷേത്രം ഒരു വലിയ കുടുംബം എണ്ണസത്തിന് എഴുതി കൊടുത്തു. അതിന്റെ പുനർനിർമ്മാണം വന്നപ്പോൾ അവിടെ തന്ത്രി ആരെ വെക്കാത്തെന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണ് തീരുമാനിച്ചത്. കാളിദാസ ഭട്ടതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ആ അമ്പലത്തിന്റെ തന്ത്രി കാളിദാസ ഭട്ടതിരിയായി മാറി. അല്ലാതെ കാളിദാസ ഭട്ടതിരി ഈ അമ്പലത്തിൽ ബന്ധം ഉണ്ടായിരുന്നു. അന്ന് എടുത്ത ആദ്യം കൂടെയും പ്രസിഡന്റ് തലയിൽ അച്ഛനൊരു തീരുമാനം എടുത്തു. അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം വന്ന് തന്ത്രിയായി. പിന്നീട് രണ്ടാമത് പുനരുദ്ധാരണം നടത്തി. അപ്പോൾ അദ്ദേഹം തന്നെ തന്ത്രിയായി വന്നു. എന്ന് പറഞ്ഞ് ശബരിമല ക്ഷേത്രം കത്തി നശിച്ചതിന് ശേഷം ചിത്രേതാൾ മഹാരാജാവ് ഈ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ കാണുന്ന ശബരിമല ക്ഷേത്രം 18 പടിയോടുകൂടി ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ പ്രധാന കുറ്റം അതിന്റെ പരിഷ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആർ ശങ്കർ സെക്രട്ടറി മെമ്പറുമായിരുന്ന രണ്ടംഗ ദേവസ്വം ബോർഡായിരുന്നു. ആ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ രാജാവ് സൃഷ്ടിച്ചതാണ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ കമ്മിറ്റിയാണ്, അവർ രണ്ടിലുള്ള കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം പുതുക്കിപ്പണിയുന്ന മഹാരാജാവിന്റെ പൈസയ്ക്കാൻ തുടങ്ങി ചിത്രേതാ മഹാരാജാവ്. അപ്പൊ അന്ന് അവർ തീരുമാനിച്ചു ഈ കുടുംബക്കാരെ ചെങ്ങന്നൂരിൽ ഈ കുടുംബക്കാരെ തന്ത്രിയായിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അല്ലാതെ അവിടെ അതിനുമ്പ് തന്ത്രിയൊന്നുമില്ല. ഇത് വനത്തിനുള്ളൊരു താമസ ക്ഷേത്രമാണ്. അയ്യപ്പന്റെ താമസനായ അയ്യപ്പന്റെ ക്ഷേത്രമാണ്. അവിടെ ഉള്ള പ്രാദേശികമായി അവിടെ താമസിക്കുന്നവർ, വനത്തിൽ താമസിക്കുന്നവർ അവര് പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ വളരെ ദിവ്യമായ ക്ഷേത്രമായതുകൊണ്ട് അവിടെ പിന്നീട് വന്ന പുരോഹിത ഭാഗമാണ്. അവിടെ തീവെപ്പൊക്കെ ഉണ്ടായി, അതെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ക്ഷേത്രം നിർമ്മിക്കാൻ തിരുവിതാംകൂർ രാജാവ് തീരുമാനിക്കുകയും ചിത്രേതാൾ മഹാരാജാവ് തീരുമാനിക്കുകയും അതിന്റെ ചുമതല ഏറ്റെടുത്തത് മന്നത്ത് പത്മനാഭൻ ആർ ശങ്കർ. അങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അല്ല തന്ത്രി ജയിച്ചപ്പോൾ അയ്യപ്പന്റെ ചേട്ടനാണോ അച്ഛനാണോ വെറുതെ പറയുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. അത് വെറുതെ പറയുന്ന വെറുതെ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാർ പറയുന്നത്. ഞാനിതൊക്കെ പഠിച്ചവർ വിശ്വസിക്കുന്നതാണ്, ഞാൻ വിശ്വാസിയാണ്. ഇതെല്ലാം പറഞ്ഞങ്ങ് മുതലെടുക്കുക. അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ തന്ത്രിയെ പിടിച്ചപ്പോൾ പിന്നെ കുഴപ്പമായി. അത് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോലെ ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസം മതി. കള്ളം ആര് കാണിച്ചാലും അത് ഏത് പ്രമാണിയാണെങ്കിൽ അത് പിടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഈ 10 വർഷം പിന്നിടുമ്പോൾ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണമെങ്കിലും ഉന്നയിക്കാൻ കഴിഞ്ഞു. ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പാണ് ഈ ക്യാമറ വെച്ച് റോഡിലൊക്കെ ഈ ക്യാമറയിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിച്ചു. അപ്പോഴാണ് കോടതി പറഞ്ഞത് 2 കേസും ഈ അടുത്ത കാലത്ത് തള്ളിക്കളഞ്ഞു. യാതൊരു എവിഡൻസുമില്ല, ഇതിൽ അഴിമതിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അപ്പൊ പിന്നെ ശക്തമില്ല. പ്രതിപക്ഷ നേതാവിനോട് തന്നെ കോടതി ചോദിച്ചത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവിനെ പറ്റി ഹൈക്കോടതി പറഞ്ഞത്. നമ്മളല്ല പറഞ്ഞത്, ഹൈക്കോടതിയാണ് പറഞ്ഞത്. അവിടെ കൊണ്ടുവന്ന കേസിൽ വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ കൊണ്ടുകൊടുത്ത കേസിന്റെ വിധി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് പബ്ലിസിറ്റിക്കാണ്, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കബളിപ്പിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ നമ്മളെ കബളിപ്പിക്കുകയാണ്. ഈ വികസന രംഗത്ത് പത്തനാപുരം എടുത്ത് നോക്കിയാൽ എന്തിന്റെ കുറവാണ് പറയും? ഏതിനാണ് കുറവുള്ളത്? ഞാനത് ചോദിക്കട്ടെ. ഇവിടെ കായക്കരയിലെ മണ്ണാങ്കുഴി പാലം ആര് പൈസ അടച്ചു? ഗണേഷ് കുമാർ പൈസ അടച്ചു. LDF നേരത്തെ കൊടുത്തിരുന്ന ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം രൂപ അടച്ചു. കോൺഗ്രസ് പറഞ്ഞ പൈസ എവിടെ? കോൺഗ്രസ് പൈസ എവിടെ? UDF പറഞ്ഞ പൈസ എവിടെ? ഒരു യോഗം വിളിച്ചു ബഹുമാനപ്പെട്ട MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സുരേഷ് ഞാൻ 1.5 കോടി രൂപ ഇതുകൊണ്ട് തീരില്ല, നിങ്ങൾ 1.5 കോടി സംഘടിക്കണം. 50 ലക്ഷം പഞ്ചായത്ത്, ഇതാണ് കാരണം. അതിൽ ഞാൻ കൊടുക്കാനുള്ള 1.5 കോടി പ്രത്യേക അനുമതി വാങ്ങി പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചോ, അല്ലെങ്കിൽ മെമ്പർമാരോട് ചോദിച്ചോ. അല്ലേ, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലത്ത് തന്നെ പഞ്ചായത്ത് വെക്കേണ്ട 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ബാക്കി 1.5 കോടി രൂപ കിട്ടിയില്ല. ഇപ്പൊ അനുമതി കിട്ടത്തില്ല. അല്ല, അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട്, അദ്ദേഹം MP ആണ്, അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട്, അദ്ദേഹം പറഞ്ഞ വാക്ക് അംഗീകരിച്ചുകൊണ്ട് അവിടെ പണം അടച്ചു. സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയില്ല. MLA കൊണ്ട് നേരത്തെ കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിട്ട് പാലവാനിലെ കൊണ്ട് ഇവരെന്നെ ആശ്രമമുണ്ട്, ജഗദീശനുണ്ട്, ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് പാലവാനിലെ കണ്ടിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഉത്തരം വേണ്ടി 1.5 കോടി അടച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തീരില്ല. ഈ 1.5, 3.5 കോടി കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിന്റെ 50 ലക്ഷമാണ്. അതും ഞാൻ ഇതിന്റെ പുറകെ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് പണി തീർന്നു വരുമ്പോൾ, പണി തീർന്നു കഴിഞ്ഞാൽ അതിന് ഇറങ്ങി വരുന്ന അപ്രോച്ച് റോഡ് വേപ്പടി പഞ്ചായത്തിലേക്ക് ഇറങ്ങുന്ന, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആ അപ്രോച്ച് റോഡിന് 50 ലക്ഷമാണ്. അതും ഞാൻ കൊടുക്കാത്തത് മെമ്പറോട് സത്യത്തിൽ പറഞ്ഞു. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ആദ്യം
പറഞ്ഞേ. ഞാൻ അതും കൊടുക്കാൻ തുടങ്ങി. കാര്യങ്ങളാണ് എവിടെയൊക്കെ എന്തെല്ലാം ചോദിച്ചു. കഴിഞ്ഞ ദിവസം പരിഹാസം എന്താണ് 14 ദിവസത്തെ 48 സ്കൂളുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവരൊന്നുമല്ല, വിളിച്ചിരുന്നുകൊണ്ട് ചില യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു നല്ല സുഹൃത്തുക്കളെ അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. 55 സ്കൂളുണ്ട്. കഴിഞ്ഞ 10-11 വർഷത്തിനിടയിൽ MLA ഫണ്ട് ഉപയോഗിച്ചു. UDF സർക്കാരിൽ 5 പൈസ കിട്ടിയിട്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് ആദ്യം ഘട്ടം കുന്നല, ഇടത്തറ, പട്ടാഴി, സദാനന്ദപുരം, തലച്ചിറ, ചക്കോരക്കൽ ഇങ്ങനെ കെട്ടിടങ്ങൾ പണിഞ്ഞു തുടങ്ങി. ആദ്യം പണിത കെട്ടിടം പിറവന്തൂർ പഞ്ചായത്തിൽ മഹാനായ ഗുരുദേവൻ അവിടെ സന്ദർശിച്ചപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ആ സ്കൂൾ സർക്കാർ സ്കൂളായി മാറി. ആ സ്കൂളിലാണ് ഈ നിയമനമണ്ഡലത്തിൽ ആദ്യമായി MLA പണ്ഡിതർ 2 നില മന്ദിരം പണിയത്, വലിയ കെട്ടിടം. അതിനെ തുടർന്ന് കുന്നല, എല്ലാ സ്ഥലത്തും ഞാനന്ന് എണ്ണി ഉദ്ഘാടനം ചെയ്തത്, പണിതത് ഉദ്ഘാടനം ചെയ്തത് 53. പണം അനുവദിച്ച് കിടക്കുന്നത് 2 റെഡിയ. ഒന്ന് MLA ഫണ്ടാണ്, തലൂര് നടത്തേരി, പിന്നെ ഗുര സ്കൂള്, അതിന് പൈസ അനുവദിച്ചു കഴിഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട, ഇലക്ഷൻ വരുന്നതിന് ഈ ഒരു മാസത്തോടെ അടുത്ത 2 സ്കൂളെങ്കിലും, മിനിമം 3 അല്ലെങ്കിൽ 2 സ്കൂളെങ്കിലും വരും. അതൊന്ന് വരാൻ പോകുന്നത് കമ്മഞ്ചേരിയിലാണ്, കമ്മഞ്ചേരി തലവൂർ ഭാഗത്താണ്. മറ്റൊന്ന് വരാൻ പോകുന്ന വെട്ടിക്കേല പാലമുക്ക് കോളനിനടുത്തായിട്ട് ഒരു വെൽഫെയർ സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് 2 വയസ്സ് കൊണ്ട്. ഞാൻ ഇന്നും ബന്ധപ്പെട്ട സംസാരിപ്പ് എഴുതി കൊടുത്ത് 2 ദിവസം കിട്ടും. ഒരു ഹയർ സെക്കൻഡറി കൂടി ബോണസായിട്ട് വരാക്ഷ പറയുന്നുണ്ട്. അത് പട്ടാഴിയിലേക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. പട്ടാഴി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. അത് പട്ടാഴി കൊടുക്കാനുള്ള എഴുതി കൊടുത്തു കഴിഞ്ഞു. കാരണം ഇന്ന് തന്നെ എഴുതി തരുമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ എഴുതി കൊടുത്തു. എനിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത് ഏത് ഹയർ സെക്കൻഡറി കൊടുക്കാം. കാരണം ഇടത്തറയിൽ മുതലയിലൊക്കെ ഇഷ്ടംപോലെ കെട്ടിടമായി. ഈ തള്ളേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, ഒന്നും തള്ളേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രി എവിടെ ചോദിച്ചു. ആശുപത്രി വേദനട്ടല്ല, താലൂക്ക് ആശുപത്രി പണി തീരാറായി. ജൂൺ മാസത്തോടുകൂടി താലൂക്ക് ആശുപത്രി പണി തീരെ ഉദ്ഘാടനം ചെയ്യും. അത് സഖാവ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി ഉദ്ഘാടനം ചെയ്യുന്നത് കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇതൊക്കെ അങ്ങ് മാറും. എൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമില്ല, ഇലക്ഷനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അവസാനത്തെ 20 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അതിനുള്ളിലാണ് കളി മുഴുവൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നോ അതനുസരിച്ച് മാറും. ആ സമയത്ത് അയ്യപ്പന്റെ കട്ടള അടിച്ചുകൊണ്ട് പോയി, സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നല്ല പറഞ്ഞു. അത് നേരത്തെ ഈ വാരിവാഹനം എടുത്ത് മാറ്റി ആ തന്ത്രിക്ക് കൊടുക്കുന്നവർക്ക് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പറ്റിയ പ്രശ്നം വരത്തില്ല, വരത്തില്ലായിരുന്നു. കാരണം ഓട്ടിച്ചതിൽ അവർക്കും പറ്റുണ്ട്. വാരിവാഹനം എടുത്തവർ കൊടുക്കാൻ ഇത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കുടുംബ സ്വത്താണ്. അജയ നാരായണന്റെ അമ്മാവന്റെ വകയാണ്. ഒട്ടുസൂചിയാണെങ്കിലും ഭഗവാന്റെ വകയാണ്, ദേവസ്വപ്പെടുന്നതാണ്. അത് ദാനമാണ്, ഇത് മോഷണമാണ്. ഇത് മോഷണമാണെങ്കിൽ അതും മോഷണമാണ്. അത്രയും വേറെ വലിയാന്ന് പറയണ്ട, ഒരു തത്വം വേണ്ട. ഇത് മോഷണമാണെങ്കിൽ അത് മോഷണം. ഭഗവാന്റെ സ്വത്താണ്. ദേവസ്വം ബോർഡിന്റെ ലോക്കറിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട സാധനമാണ്. എടുത്തുകൂടാ. അപ്പൊ നമ്മൾ ഈ പറയുന്നുണ്ടോ, ഞാനൊക്കെ തിരിച്ചു കൊടുത്തേക്കാം. ഇനി എടുത്തുകൊണ്ട് പോയാൽ തിരിച്ചു കൊടുക്കാനൊക്കെ എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ എന്തിനാ പറഞ്ഞത്? അപ്പൊ അതിന് കള്ളമുണ്ട. ഈ കള്ളന്മാരെ എല്ലാം വിളിച്ച് അവിടെ കൊണ്ടുവന്നത് ഈ തന്ത്രി പത്മോ ജയിലിൽ കിടക്കുന്ന പത്മകുമാറാണോ, വാസുവാണോ? അല്ലല്ലോ, അവരാരുമല്ല. കൊണ്ടുവന്നാരാ? അവിടെ കയറ്റി അകത്ത് കയറ്റി കടവെടുക്കുന്നു, കടവെടുക്കുന്നു, കടവിന്റെ പാടിലെടുക്കുന്നു. അവരുടെ വോട്ടറുകളല്ലേ പോയി. ഈ കോറ്റിയാരെ കൊണ്ടുവന്നു? ഈ കോറ്റി അവിടെ കൊണ്ടുവന്നത് വോട്ടിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നത് തന്ത്രിയല്ലേ? ഇവരെല്ലാവർക്കും പറ്റി ഇവരെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ജോലിയുടെ പൂജാരിയാണോ? അല്ല. വെളിയിൽ നിന്നൊരു കോറ്റി തന്ത്രി കൂടെ കൊണ്ടുവരികയും അതിന്റെ ഉള്ളിൽ കയറ്റി അമിത സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായി അവിടെ മുതലെടുപ്പാണ് അയ്യപ്പന്റെ. ഞാൻ ഇന്നും ഒരു പറയാം, എന്റെ മനസ്സിൽ കിടന്നിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഈ സാധനം. കേന്ദ്ര ഗവൺമെന്റ് പോലും തൊടാൻ പറ്റാത്ത ഏതോ ഒരു ഭക്തന്റെ വീട്ടിൽ, ആന്ധ്രയിലോ കർണാടകത്തോ ഏതോ ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഒറിജിനൽ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം. ഞാൻ എന്റെ മനസ്സ് പറയും, ദൈവം എന്നോട് പറയുന്നത് വിറ്റു. ഇത് ഒരിക്കലും പിടിച്ചൊന്നുമല്ല, ഇതൊക്കെ വിറ്റു. ഓടാനുകൂടി വയ്ക്കും. അതായത് സ്വർണത്തിന്റെ വിലക്കല്ല. ഭഗവാന്റെ തിരുനടയിൽ വർഷങ്ങളായി ഇരിക്കുന്ന കട്ടിളപ്പാടിയും കഥവുമാണ് ജയറാമന്റെ വീട്ടിൽ പൂജയ്ക്ക് കൊണ്ടുപോയതുപോലെ പല സ്ഥലത്തും കൊണ്ടുപോയി. ജയറാമിന്റെ വീട്ടിൽ പൂജയ്ക്ക് വെച്ചു. ജയറാം ഒരുപാട് ക്വസ്റ്റ്യനാണ്. മറ്റേ മോലാളി വെച്ചു, ഈ മോലാളി വെച്ചു എന്ന് പറയുമ്പോൾ ഇതെനിക്ക് വേണം എന്ന് ഏതൊരു ഭക്തനും ആഗ്രഹിക്കും. കോടീശ്വരനായ ഭക്തൻ കൊടുക്കാൻ ഖനനം ചെയ്യുന്നവരാണ്. പാറ ഗ്രാനൈറ്റ് കാരണം അതൊരു ഏതോ ഒരു പണക്കാരന്റെ വീട്ടിൽ ഗവൺമെന്റ് കൊണ്ടു. ഇത് അവിടെ കാണും. പക്ഷെ കേരള പോലീസിനോ CBIക്കോ EDക്കോ ഇൻകം ടാക്സിലോ എടുക്കാൻ പറ്റാത്ത സ്ഥലം. അത്ര ഭയങ്കര പ്രോബ്ലംസാണ്. കാരണം ഇത് സാധാരണ സ്വർണ്ണം ഒരുക്കിയിരിക്കുന്ന പൈസയൊന്നും അല്ല ഇതിൻ്റെ വരാ. ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ തിരുനടയിൽ വർഷങ്ങളോളം ഇരുന്ന് പൂജിച്ചാൽ ആ കയറി വരുന്ന കടവും അതിൻ്റെ കട്ടവയുമാണ് സ്വർണത്തിലാണ്. ഇത് ഏതവൻ്റെ ജയറാമിൻ്റെ വീട്ടിൽ ഒരുക്കി വെച്ചെന്ന് നമുക്കെല്ലാം തോന്നി.
നല്ല ലൈറ്റൊക്കെ ഇട്ട് ഒരുക്കി വെച്ച് പൂജ. അതുപോലെ ഏതോ വീട്ടിൽ കൊണ്ടുവച്ചു. അവർ പറഞ്ഞ പൈസ മാറ്റി പോകുന്നു. പക്ഷെ അവിടെ നമുക്ക് പോയിട്ട് എന്നാ പറ്റില്ല, അതിപ്രതീക്ഷയില്ല. കാരണം അവിടെ അങ്ങനെ കയറാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് പോലും കഴിച്ചില്ലാത്ത പല സ്ഥലങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. പാൻകാരായി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അഞ്ചു മാറ്റി കൊണ്ടുപോവുക, എല്ലാവരും കൂടി ചേർത്ത് കൊണ്ട് ഇരുന്നവരെല്ലാം കക്കുക. എന്നിട്ട് LDF പേര് പിണറായി വിജയൻ അങ്ങനെയുള്ള പേര് പറഞ്ഞിട്ട് അയ്യപ്പനെ അപമാനിക്കുന്ന ഒരു കാര്യമില്ല. ഒരു പാലടി പാട്ട് ഞാനൊക്കെ പറയുന്നത് സോണിയാഗാന്ധി മാത്രമേ ഇനി പാടാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവരും പാടും. ഞാൻ നോക്കുമ്പോൾ ആ കോന്നി വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആന്ധ്രയിൽ നിന്ന് ഒരു വണ്ടി ഒരു ബസ് ഇങ്ങനെ പോവുക, ശബരിമല അയ്യപ്പന്മാരിങ്ങനെ പോവുക. അവിടെ തൊഴുതിട്ട് ഏതാ പാട്ട്, ചെറുമാനെ പാലടി പാട്ടും. അയ്യപ്പനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിർണ്ണയല്ലയോ. പാവപ്പെട്ട ആന്ധ്രയിൽ വരുന്നാളിന് അർത്ഥം മനസ്സിലായില്ല. ഇത് രാഷ്ട്രീയക്കാരെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാരടിയാണെന്ന് മനസ്സിലാക്കാതെ ഇത് കാസറ്റിലിട്ട് വണ്ടിക്കകത്ത് കേൾപ്പിച്ചുകൊണ്ട് പോവാ ശബരിമലയ്ക്ക്. അയ്യപ്പന്റെ ശരണം വിദ്യമാരൊന്ന് ആലോചിച്ചു. ഇവിടെ പലരും കേട്ടതാണ് ഇത്. ഞാൻ കേട്ടോണ്ട് പറഞ്ഞത് കള്ളം പറഞ്ഞേ. ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഈ പാട്ട് ഏത്, ഈ മറ്റേ പാട്ട്. ആ പാട്ട് വെച്ചുകൊണ്ട് കലങ്ങിയിരുന്ന് കോന്നി വഴി ശബരിമലയ്ക്ക് പോകുന്ന താന്ത്രയിൽ നേർന്ന കർണാടകത്തിൽ നിന്ന് അയ്യപ്പന്മാര് ഇത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ള അയ്യപ്പൻ പാട്ടാണെന്ന് വിചാരിച്ചെങ്കിൽ അപ്പൊ അയ്യപ്പനോട് നിന്ന കാണിച്ചത് ഇടതുപക്ഷല്ല, 4 വോട്ട് കിട്ടാൻ വേണ്ടി UDF-കാരാണ് അയ്യപ്പനോട് നിന്ന കാണിച്ചത് എന്ന് ഓർത്താണ് അവരാണ് ചെയ്തത്. കാരണം ഇത്തരം ഒരു ഓഞ്ഞ പാട്ടുണ്ടാക്കി അത് അയ്യപ്പനെ കൂടി ചേർത്ത് പാടില്ല. പരിഹസിക്കുന്നത് ദൈവത്തെ ചേർത്തുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അത്രം സ്വാതന്ത്ര്യമൊന്നും ഇന്ത്യൻ ഭരണകാലത്ത് കൊടുത്തിട്ടില്ല. അയ്യപ്പന്റെ പേരും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കും. കേരളത്തിൽ കേസെടുക്കണ്ടേ? ശരിക്കും പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് അയ്യപ്പനെ ഇലക്ഷൻ പാട്ടിന്റെ ഭാഗമായി ചേർത്തുകൊണ്ട് അയ്യപ്പനെ അപമാനിച്ചതിന് UDF-കാർക്ക് തക്കതായ ശിക്ഷ അയ്യപ്പമുണ്ട്. മോട്ടിച്ചോറ് പോലെ ഒരു ശിക്ഷ ഉണ്ട്. മോട്ടിച്ചോറ് കിട്ടും, അതിന്റെ കൂടെ കിട്ടും. മോഷണത്തിൽ നിന്ന് പിണറായി വിജയൻ കൂട്ടു നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ 10 കൊല്ലമായി ഇവർ ഇത്രയും പരിശ്രമിച്ചു. പ്രതിപക്ഷ നേതാവും ഡ്യൂപ്ലിക്കേറ്റ് പ്രതിപക്ഷ നേതാവും എല്ലാവരും കൂടി ചേർന്ന് പരിശ്രമിച്ചു. എന്നിട്ടും ഒരു അഴിമതി ആരോപിക്കാൻ കഴിയുന്നത്, ആരോപിക്കുന്നവർക്ക് തെളിയിക്കാൻ കഴിയണ്ട, ആരോപിക്കാൻ കഴിയുന്നു. ഏതെങ്കിലും ഒരു വകുപ്പിൽ എവിടെങ്കിലും ജനവിരുദ്ധമായ എന്തെങ്കിലും നയങ്ങളുണ്ടോ? നമ്മുടെ എത്ര വില്ലേജ് ഓഫീസുകൾ നവീകരിക്കപ്പെട്ടു? 14 നിയമനത്തിൽ നിന്ന് നവീകരിക്കാൻ വില്ലേജ് ഓഫീസുകളില്ല. സ്മാർട്ട് വില്ലേജ് ഓഫീസുകളെല്ലാം ഇപ്പം ചക്കോലയ്ക്ക് വില്ലേജ് ഓഫീസ് മാറി, പിന്നെ വിളക്കുടി വില്ലേജ് ഓഫീസ് മാറി, വെട്ടിക്കര വില്ലേജ് ഓഫീസ്. ഇനി ഏതാ ഉള്ളത്? പട്ടാഴി വടക്കേക്കര വില്ലേജ് ഓഫീസ് ഉണ്ട്. അതിന് 48 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഒരു കോൺക്രീറ്റ് കെട്ടണം പൊളിച്ച് അതിന് പുതിയ ഉള്ളവ പണിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. 55 സ്കൂളുകൾ കളിയാക്കാൻ വരുന്നവന്മാർക്ക് കാണാം. വിത്ത് ഫോട്ടോ വരാൻ പോവുകയാണ്. വിത്ത് ഫോട്ടോ എണ്ണി പറയാം. 55 സ്കൂളുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്തുണ്ട്. ഒരു 2-3 കൂടെ 2 ദിവസം കിട്ടും. അപ്പൊ അതിന് ഞെട്ടും. 48 എന്ന് ഞാൻ പറഞ്ഞിരുന്നത് 58ലേക്ക് ഒരു പോകട്ടു. 3 കിട്ടിയാൽ 58ലേക്ക് പോകും. കള്ളം പറയേണ്ട കാര്യം നമുക്കില്ല. എല്ലാവർക്കും ഇവിടെ പഞ്ചായത്ത് ഒഴിച്ച് ഇവിടുത്തെ കോൺട്രാക്ടർ കുഴപ്പമുണ്ടല്ലേ? ഈ പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയില്ലേ? കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും പുളിയൂർ മുനിസിപ്പാലിറ്റിയിലും അടൂർ മുനിസിപ്പാലിറ്റിയിലും ഇല്ലാത്ത സൗകര്യം 14 നിയമമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തിലും പരിപൂർണമായി നേരിലെ വെട്ടികളെല്ലാം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർത്തിയായി. ഇവിടെ എടുത്ത കോൺട്രാക്ട് അതൊരു കോൺഗ്രസ്സുകാരനാണ്. ഇയാളെ മാറ്റാൻ വേണ്ടി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ഒരു മീറ്റിംഗ് കൂടി ഇയാളെ മാറ്റിയേക്കാം. അപ്പൊ എന്നെ വിളിച്ചത് പ്രതിപക്ഷ അയാൾ മാറ്റിയത് തിരുവല്ലയിൽ പാർട്ടിയുടെ നേതാവാണ് ഇയാൾ. മണ്ഡല പ്രസിഡന്റാണ്, എന്താ ബ്ലോക്ക് പ്രസിഡന്റ് എന്തോ ആണ്. എന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രതിപക്ഷ നേതാവ് പിന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹം കണ്ടു. അദ്ദേഹം ഗണേശ അയാളെ ശല്യം ചെയ്യില്ല, അയാൾ ഇതുകൊണ്ട് പണി തീർത്ത്. ഞാൻ ചേട്ടൻ പണി തീർത്താൽ മതി, എനിക്കൊരു വിരോധമുണ്ട്. പണി വേഗം തീർക്കാൻ ചേട്ടൻ പറയാം. നമ്മുടെ പാർട്ടിയുടെ ഒരാൾ എന്നെ ഒന്ന് കണ്ടായിരുന്നു, ഗണേശം ഒന്ന് ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞു പക്ഷേ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറയുമ്പോൾ നമ്മളത് മാനിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ശരി. ഞാനത് കമ്മിറ്റി കൂടി പറഞ്ഞു ശരി, നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് അവധി കൊടുത്തുള്ളൂ. ആ അവധിയായിട്ട് ഉപയോഗപ്പെടുത്തില്ല, അന്ന് എത്തിയാൻ പറ്റും. എപ്പോഴും ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിച്ചിട്ടിരിക്കും. ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി വരെ കേസ് സ്റ്റേ ചെയ്തിരിക്കുക, പഴയ സ്റ്റേ ചെയ്തിരിക്കുക. എന്തിനാ? അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ VD സതീശനെയും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ 2 ബഹുമാന്യരായ നേതാക്കളെയും വിളിച്ച് ഇയാളെ കൊണ്ട് പണിയടിപ്പിച്ച് തരാൻ പറയണം. എന്നെ പ്രസംഗം കേൾക്കുന്നവർ അവരുടെ അടുത്ത സുഹൃത്താണ്. അവരെ എന്നോട് പറഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റാണ്, അയാളെ ഉപദ്രവിക്കരുത്, ഗണേശൻ നിർബന്ധം പിടിക്കരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യത്തില്ല. അത്രയും നേതാക്കന്മാർ പറഞ്ഞതിനനുസരിക്കാണ് മാന്യതയൊക്കെ എനിക്ക്. ഞാൻ അവരെ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുന്ന ആളൊക്കെ. ഇവിടുന്ന് ഓരോരുത്തരും പറയുന്നു ശബരിമല സോണിയാഗാന്ധി സ്വർണ്ണപ്പെട്ട മാറ്റി വെച്ചെന്ന് ഞാൻ പറയും. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കരുണാകരന് പോകാൻ പറ്റാത്ത, മൂപ്പരാർക്ക് പോകാൻ പറ്റാത്ത സോണിയാഗാന്ധിയുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഈ പോറ്റിയെ കൊണ്ട് കയ്യിൽ വളാക്കാനായി ചരട് കെട്ടിക്കാൻ കൊണ്ടുപോയത് ആര് എന്ന വാലാക്കും പറഞ്ഞിട്ടുണ്ട്. അവർ ഈ പോറ്റിയുമായുള്ള ബന്ധം, അതായത് അവർക്ക് തന്നെ കരുണാകരനെ കാണാൻ വയ്യ,
ഓപ്പനാൻ കാണാൻ പറ്റാത്ത സോണിയാഗാന്ധി എത്രമാത്രം സമ്മതം നിർത്തിയതായിരിക്കും ഈ പോറ്റിന് കൊണ്ട് അകത്ത് പോയത് നമ്മൾ ചിന്തിക്കണം. സാധാരണ ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനെ സോണിയാഗാന്ധി ഒന്നും കാണാം. ബഹുമാനായ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന് പോലും സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പാർലമെന്റ് വെച്ച് കാണാം. വീട്ടിൽ പോയി കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചോദിച്ച് 10 ദിവസം കാത്തിരിക്കണം. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ പോയ പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പോലും 10 ദിവസം മുമ്പേ കാണണമെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി അവരുടെ മാർക്ക് വെച്ചിട്ട് അഡ്മിഷൻ കിട്ടും. ഈ കുഞ്ഞുങ്ങൾ പട്ടികവർഗ കുഞ്ഞുങ്ങൾ അവർക്ക് അഡ്മിഷൻ കിട്ടിയാൽ 25 ലക്ഷം രൂപ അഡ്വാൻസ് ആയി അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇട്ട് കൊടുക്കും. പോകുന്നതിന് മുമ്പേ പോകാൻ വേണ്ടി പോയി പഠിക്കാത്തുണ്ട്. ഓരോ പട്ടികവർഗപ്പെട്ട കുഞ്ഞുങ്ങൾ പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും 25 ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 1200 കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുകയാണ്. അവർക്ക് പലരും അവിടെ തന്നെ ജോലി നേടി അവിടെ തന്നെ വലിയ സമ്പന്നരായി അവർ വരും. അക്ഷയാണ് അവരെ ലക്ഷ്യമുണ്ട്. എല്ലാ ഉന്നതികളും എന്നും ഉന്നതിയായി കിടക്കാനല്ല, അവിടെയുള്ളവരെ പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ലോകത്തിന്റെ ഉയരങ്ങളിൽ കാണാൻ നാസയിൽ ജോലിയും ഈ കുട്ടികൾ നാസയിൽ ജോലിയും ആ നിലയിലേക്കാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അത് ഈ സർക്കാരിന്റെ നേട്ടമോ UDP നേട്ടം പറയാനുണ്ടോ? ഒന്നുമില്ല, ഒന്നും പറയാനില്ല. അപ്പൊ എന്താണ് ജാതി പറയുക, പലതരത്തിലുള്ള ജാതി പറയുക, പലതരത്തിലുള്ള മതം പറയുക. എല്ലാവരും അങ്ങനെ ജാതിയുടെ പേരിലുള്ള ശരീരം ഇളക്കി വിട്ടിട്ട് ഉള്ള കൊണ്ട് ചട്ടിക്കകത്ത് വാരാം എന്ന് കരുതുന്ന ഒരു നാണക്കെട്ട ഒരു സമീപനമാണ് UDF കേരള സംസ്ഥാനത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് BJP കുറ്റം പറയണ്ട. അവർ ഹിന്ദു ജാതിയാണ് പറയുന്നെങ്കിൽ ഒരു എട്ടാ ജാതി പറയും. ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ജാതി ചോദിക്കരുത് പറയും. മന്നത്ത് പത്മനാഭൻ പറഞ്ഞു എല്ലാ സമുദായങ്ങളും സ്നേഹത്തോടെ ജീവിക്കുന്ന കേരളം, സമാധാനത്തോടെ ജീവിക്കുന്ന, സന്തോഷത്തോടെ ജീവിക്കുന്ന കേരളമാണ് എന്റെ സ്വപ്നം എന്നാണ് മന്നത്ത് പറഞ്ഞത്. അയ്യങ്കാളി പറഞ്ഞതാണ് തുല്യത വേണം, എല്ലാവർക്കും തുല്യത വേണം, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ മുന്നോക്ക ജാതിക്കാരൻ പിന്നോക്ക ജാതിക്കാരൻ താഴ്ന്നവൻ ഉയർന്നവൻ എന്നൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ അന്തസ്സായി ഈ നാട്ടിൽ ജീവിക്കാവുന്ന സ്വപ്നം കണ്ട അയ്യങ്കാളിയുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം മട്ടിപ്പറിച്ചുകൊണ്ടാണ് ഇവിടെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കുന്നത്. ജാതി പറഞ്ഞ് വോട്ട് പിടിക്കും. ഏത് വർക്കാണ് ഞാൻ പറഞ്ഞിട്ട് ചെയ്തു തരാത്തത്? അതോടെ നിൽക്കട്ടെ. പത്തനാപുരത്തിന്റെ വികസനത്തിലേക്ക് വരാം. ആശുപത്രി, താലൂക്ക് ആശുപത്രി റെഡി. എല്ലാ പഞ്ചായത്തുകളുടെയും പ്രാഥമിക ആരോഗ്യത്തിന് പിന്നെ അനുവദിച്ചിട്ടുണ്ട് 75 ലക്ഷം രൂപ. MLA ഫണ്ട് നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് നമ്മൾ ചുമ്മാ നോക്കാം, എണ്ണി നോക്കാം. ഇപ്പുറത്തെ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം MLA ഫണ്ട്, ഇപ്പുറത്തെ സ്കൂള് MLA ഫണ്ട്, അതിന്റെ ചുറ്റുമതില് MLA ഫണ്ട്. ഇവിടെ ഗണമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് പണം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പണം അനുവദിച്ചു കഴിഞ്ഞു. അതിന്റെ കെട്ടെന്ന് മാറിയപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വന്നു. ഇനി അതിന്റെ ടെൻഡർ വിളിയിലേക്ക് പോവുകയാണ്. അത് പിന്നെ അമൃതസരത്തെ ഓവർബ്രിഡ്ജ്, പിന്നെ കാര്യ ഓവർബ്രിഡ്ജിന്റെ പണം നമ്മൾ കെട്ടാനുള്ള കെട്ടിക്കഴിഞ്ഞു. ഇനി റെയിൽവേയുടെ സാങ്കേതികത നടന്നു കിട്ടിയാൽ മതി. പിന്നെ MB ഓഫർ ചെയ്ത് 1.5 കോടി രൂപ അതുകൂടി വന്നു കഴിഞ്ഞാൽ ഉടനെ പണി തുടങ്ങാം. ഇവിടെ സ്ഥലമെടുക്കാനുള്ള പണം വന്നു, 48 കോടി രൂപ വന്നു. കേന്ദ്ര ഗവൺമെന്റുമായി സ്വാധീനിച്ച് കേരള കോർപ്പറേഷനെ കൊണ്ട് ഇവിടെ പാലം പണിയാണ്. നമ്മുടെ രാമേശ്വരം ഓവർബ്രിഡ്ജ് വരികയാണ്. എൻ്റെ ലാൻഡ് അക്വിസിഷന്റെ പണം ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷം തന്നെ പാലം മാറ്റി വെച്ചിട്ടുണ്ട്. 48 കോടി രൂപയാണ് മാറ്റി വെച്ചത്. പാലം കൂടി നമ്മൾ പണിയാതെ വിചാരിച്ചു. പക്ഷെ കേരള കോർപ്പറേഷൻ പണിയുകയാണെങ്കിൽ മുഴുവൻ പണി ചെയ്തു തരാം എന്ന് കേന്ദ്രമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പണി തുടങ്ങും. പിന്നെ രാമേശ്വരം നമ്മളെ ഗുരുവന്ദരം റോഡ് അതിന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പുറത്തെ രാമേശ്വരത്തിൽ വരുമ്പോൾ നമ്മുടെ കുരിശടിയിൽ അവിടെ നിന്ന് കയറി കാവൽപ്പറയിൽ വന്ന് ഇറങ്ങുന്ന റോഡ് അതിന് പണം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണി തുടങ്ങി കഴിഞ്ഞു. വിളക്കുടി പഞ്ചായത്തിലാണ് ഈ കൊടുത്ത വർക്കുകളിൽ പലതും ഏറ്റെടുക്കാൻ ആൾ വരാത്തത്. ആ വർക്ക് PWD റോഡാണ്. ഷാർട്ട് ജംഗ്ഷൻ കിണറ്റിങ്കര റോഡ് മറന്നുപോകരുത്. MLA എന്ത് ചെയ്തു എന്ന് ചോദിക്കരുത്. ചോദിക്കാൻ അറിയില്ല. ഇളമ്പൽ സ്കൂള് 3 നില കെട്ടണം. MLA ഉണ്ടോന്നല്ലേ? തോറ്റ MLA ഉണ്ടോന്നല്ലോ. അപ്പുറത്ത് വിളക്കുടി സ്കൂള് ഇപ്പൊ കാര്യറയിൽ 6-ാം തീയതി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കാര്യറ UPSC ഡെസ്ക് കെട്ടണം. 4-5 വെൽഫെയർ സ്കൂൾ മാത്രമേ ഇനി ബാക്കിയുള്ള കുട്ടികൾ കുറവാണ്. 100 കുട്ടികൾ മേലെയുള്ള വിളക്കുടി പഞ്ചായത്തിലെ 4 സ്കൂളുകളും പണിതി കഴിഞ്ഞു. അതിൽ ഒരെണ്ണം MLA ഫണ്ടാണ്. മേലില പഞ്ചായത്തിൽ കയറാം 2 സ്കൂൾ. ഒന്ന് മേലില സ്കൂള് സർക്കാർ ഫണ്ടിൽ പണിതു പിണറായി വിജയൻ വന്നതിന് ശേഷം. അതേ സമയത്ത് തന്നെ ചെങ്ങനാട് സ്കൂള് MLA ഫണ്ടിൽ പണിതു. ഓർത്തഡോക്സ് സഭയ്ക്ക് ചെങ്ങമനാട് സ്കൂളിൽ +2 വാങ്ങിച്ചു കൊടുത്തത് ഗണേഷ് കുമാർ. അല്ലാത്തവർ പറയട്ടെ ഗണേഷ് കുമാർ. തലവൂര് ദേവീക്ഷേത്രത്തിന് കെട്ടമണിയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് MLA ഫണ്ടിൽ. തലവൂർ ദേവസ്വത്തിന്റെ ക്ഷേത്രത്തിന് +2 ആ സ്കൂളിൽ +2 വാങ്ങിച്ചു കൊടുത്തത് ഗണേഷ് കുമാർ. ഓർത്തഡോക്സ് സഭയുടെ പട്ടാഴി വടക്കഞ്ചര സ്കൂളിന് +2 വാങ്ങിച്ചു കൊടുത്തത് ഗണേഷ് കുമാർ. 4 എല്ലായിടത്തും 4 സ്കൂളുകൾ വാങ്ങിയെടുത്തു. എല്ലാം സ്വാശ്രയ
കോർപ്പറേറ്റ് മാനേജർമാർക്കാണ്, അല്ല ചില്ലറ അടിക്കാൻ വേണ്ടി സ്വകാര്യ മാനേജർക്കല്ല കൊടുത്തത്. പട്ടാഴി വടക്കേക്കരയിലും പട്ടാഴിയിലും പിന്നെ ചെന്നവനാണ് തലവരും വസ്തു അനുവദിച്ചു. അതെ, കുടുംബക്കടവുകൾ ഉടനെ ഞാൻ പറഞ്ഞത് എല്ലാ പേപ്പർ ഉടനെ ടെൻഡർ വിളിച്ച് ഉടനെ പണി PWD ആണ് ചെയ്യുന്നത്. അതിമനോഹരമായ റോഡായിട്ട് ചെയ്തു തരും. അതുപോലെ കിഴക്കേത്തിൽ നിന്ന് പോകുന്ന റോഡ് 7 കോടി രൂപയാണ്. കിഴക്കേത്തിൽ താഴെ കഴിക്കാം, മേലെ കഴിക്കാം. സെന്റ് മേരീസ് സ്കൂൾ അങ്ങോട്ട് കഴിഞ്ഞ് കിടക്കുന്ന വഴി, ആ വഴി ശാലേപുരം ക്രിസ്ത്യൻ വഴി കയറി കോട്ടൂർ അങ്ങനെ ഇറങ്ങി കപ്പുറത്ത് പോയി മേലെ കഴിക്കത്തും താഴെ കഴിക്കത്തിൽ ചെല്ലും. 7 കോടി രൂപ. ഇവിടെ ജാതിയാണ്, കുഴിയടക്കാനാണ്. എന്താ നല്ല ഒന്നാം തരം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുണ്ട്. ശാസ്ത്രി ജംഗ്ഷൻ കിഴക്കേക്കര റോഡ് എന്ത് മനോഹരമാണ്, ഇത് ചിന്തിച്ചോ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇളമ്പൽ കോട്ടോട്ടം മുക്കിയത് കോട്ടോട്ട സ്കൂൾ വരെ PMNBC 4.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലം തുടങ്ങുന്നത് ചെമ്പനരുവി കൂട്ടുമുക്കിൽ നിന്ന് ചെമ്പനരുവിയിൽ നിന്ന് തുടങ്ങി കറവൂര് വരെ 6 കോടി രൂപ 6.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോ അതിന്റെ ടെൻഡർ വിളിക്കുമ്പോൾ വനം വകുപ്പിന്റെ അനുമതി കിട്ടി കഴിഞ്ഞു. അവർ ടെൻഡർ വിളിക്കാൻ നടപടിയായിട്ടുണ്ട്. എല്ലാ റോഡുകളും പട്ടാഴി ഏതാത്ത പത്തനാമത്തോട്ട് ആ കോൺട്രാക്ടർ കൊണ്ട് അയാൾ വീട്ടിൽ കിടന്ന് അങ്ങോട്ടോട്ട് കേസ് കൊടുക്കുക. ഇപ്പൊ കുറേശ്ശെ പറഞ്ഞ പണി തരും, എങ്ങനെയെങ്കിലും പണി തരും, നമ്മൾ വിഷമിക്കേണ്ട, യാത്ര വെച്ച് ആക്കി തരും. വേറെ ഒരു പണിയും അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നര അരിമുപ്പുറോട്ട് അത് ഒരു കാശിന്റെയും വേണ്ട. അതുപോലെ ടെൻഡർ വിളിക്കാൻ അനുവാദം കിട്ടി. ടെൻഡർ വിളിക്കാൻ പോകുന്ന റോഡാണ് പള്ളിമുക്ക് മുതൽ PMNBC ആയി മുക്കട വരെയുള്ള അപ്പൂഞ്ചേരി എലിക്കാട്ടൂർ വഴിയുള്ള റോഡ്. അതുകൂടാതെ ചാച്ചിപ്പൊന്നിയിൽ നാഗോടേക്ക് കയറി പോകുന്ന റോഡ്, അതും അതിന്റെ ഭാഗമായി വരും. ഇത്ര എന്തെല്ലാം വികസനം വേണം. 58 സ്കൂളുകൾ 58ആയി മാറിയിട്ട് 57 ആവും. 2 ഉറപ്പായിട്ടും ഇതൊക്കെ വികസന മുന്നേറ്റം തെറ്റിയ വികസനം. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും വെട്ടിക്കാവിലെ പണി മാത്രം നടന്നുകൊടുക്കുന്നത് ലേറ്റായിട്ടാണ് തുടങ്ങി. അത് കോൺട്രാക്ടർ ആദ്യം വന്നാണ് മാറിപ്പോയത് തോന്നി. അത് ഏതാണ്ട് ഒരു നിലയുടെ വാർത്ത നടത്തിയാൽ അടുത്ത നിലയും കൂടി കഴിയുമ്പോൾ അത് പെട്ടെന്ന് തീരും. ഒരു 3-4 മാസം ഇല്ലാതെ ഉപകേന്ദ്രങ്ങൾ ചോദിച്ചാണ്. നമ്മുടെ പിന്നെ കുറ്റിക്കോണത്ത് ഉപകേന്ദ്രപ്പെടുന്നത്, ആരോഗ്യ വകുപ്പിന്റെ ഉപകേന്ദ്രപ്പെടുന്നത്. പട്ടാഴി 2 ഉപകേന്ദ്രങ്ങൾ പണി നടക്കുന്ന ഒന്ന് നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്തപ്രാപ്തി ഒരെണ്ണം പൂർത്തിയാക്കി. ഏത് അംഗൻവാടിയാണ് പൊളിച്ചിടക്കുന്നത്? മേലയിൽ അംഗൻവാടി പണി നടക്കുന്നുണ്ട് ഉദ്ഘാടനത്തിനായിട്ട്. മേലെ വേറെ 2 അംഗൻവാടിയിൽ പണി നടക്കുന്നു. വിളക്കുടി പഞ്ചായത്തിൽ അനിലിന്റെ വാർഡിലെ അംഗൻവാടി എത്ര 2 റെഗികൂട്ടിയുടെ വാർത്തായിരുന്നല്ലോ. 2 അംഗൻവാടിയാണ്. ആദ്യം ഒരു അംഗൻവാടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മെമ്പർ അറിഞ്ഞു വന്നതിന് ശേഷം ഒരു സ്ഥലം പോയി സംഘടിച്ചുകൊണ്ട് വന്നു. അവിടെ അംഗൻവാടി വന്നില്ലേ. വായനശാല ഏതാണ് ഏത് അംഗൻവാടിയാണ് കൊടുത്തത്? എലിക്കാട്ടൂർ വാർഡിൽ അടുത്ത സമയത്ത് 4 സെറ്റ് കൊണ്ടിരിക്കാത്ത വാനക്കിടയിൽ അംഗൻവാടി. അവിടുത്തെ മെമ്പർ ഇപ്പോഴത്തെ പുറത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലിയാൻ ഗണേഷ് കുമാർ കന്നുകളെയും അംഗൻവാടി ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അംഗൻവാടി കാരണം അംഗൻവാടി സീറ്റിട്ടാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അംഗൻവാടി അനുവദിക്കും. അങ്ങനെ അനുവദിക്കത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ഞാൻ അടുത്തത് അതിന്റെ ഉന്നതിയിലെ ഡെവലപ്മെന്റിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചു. അതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാൻ വാടകയുടെ ഒരു സാധനം. ഇതെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ അംഗൻവാടിയാണ് ഷീറ്റിട്ടിരിക്കോ. നേരത്തെ പറഞ്ഞില്ല അത് പൊളിച്ച് വരെ അംഗൻവാടി കൊടുക്കുന്നത്. ഈ പൈസ ഒന്നും നോക്കട്ടെ, പല മണ്ണ് കിടപ്പുണ്ട്. 2 ദിവസം പറ്റുമെങ്കിൽ നാളെ കണക്കെടുത്തിട്ട് അതും പഠിക്കും. അത് പൊളിച്ചോ. ചോദിച്ച എല്ലാ പെപ്പർമാർക്കും രാഷ്ട്രീയമില്ല. ഒരാളെ രാഷ്ട്രീയം നോക്കിയില്ലല്ലോ. കുട്ടിക്കാലെ 2 അംഗൻവാടി കൊടുത്ത് BJPയുടെ പെപ്പർ ഉഷയ്ക്കാണ്. രാഷ്ട്രീയം നോക്കില്ല. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമൊന്നും വികസനത്തിലൊന്നും ഇല്ല എന്നുള്ളൊരു മുദ്രാവാക്യമാണ്. കേരളത്തിൽ അങ്ങോളം വികസനം കൊണ്ടുവന്ന പിണറായി വിജയൻ ഒരു മണ്ഡലത്തെയും മാറ്റി നിർത്തിയില്ല. ഏതെങ്കിലും പ്രതിപക്ഷ MLAക്ക്, കോൺഗ്രസിന്റെ MLAക്ക് പിണറായി വിജയന്റെ സർക്കാർ വേറൊരുത്തം കാണിച്ചു ഞങ്ങൾ തന്നില്ല എന്ന് പറയുമോ? ഏസാനത്തിലെ മിനി ബസ് വന്നപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ വായിച്ചാണല്ലോ, KK രമയ്ക്കാണല്ലോ കൊടുത്തത്. അവരാണ് പറഞ്ഞത് കുണ്ടയിൽ 76 കോടിയുടെ ആശുപത്രി വരുന്നത്. നമ്മൾ 98 കോടിയുടെ ആശുപത്രിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫയർ സ്റ്റേഷൻ അനുവദിച്ചു. മറ്റേ ഈ പിടിച്ച പുല്ലുകളിൽ വരണം, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ വരണം. നമ്മളെ ഫയർ സ്റ്റേഷൻ അനുവദിച്ചു. നമ്മൾ സ്ഥലം കണ്ടെത്തി. അവിടെ മനോഹരമായ ഫയർ സ്റ്റേഷൻ 4.5 കോടി രൂപയ്ക്ക് നിർമ്മിച്ച് പൂർത്തിയാക്കി റെഡിയാക്കി മുഖ്യമന്ത്രിയുടെ ഡേറ്റ് വെച്ചുകൊണ്ട് അത് കിട്ടിയാൽ അപ്പം തന്നെ ഉദ്ഘാടനം. പത്തനാംകോട്ട ടൗണിൽ പോലീസിന്റെ അസാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ മാറ്റി. അവിടെ പോലീസ് സ്റ്റേഷൻ കൺട്രോൾ റൂം MLA പണി പണിത് 85 ലക്ഷം. ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് 4 കോടി 2 കോടി രൂപ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടം പണിയാനായിട്ട്. അതിന്റെ നടപടികളായി കിട്ടും. അതിന്റെ ടെൻഡറിലേക്ക് പോവുകയാണ്. ടെൻഡറിൽ പോയി നോക്കാം, ടെൻഡറിൽ പോയിരിക്കാം. ഒന്നാലേക്ക് എവിടെയാണ് കുറവ്, എവിടെയാണ് വികസനമില്ലാത്തത്? ഈ സംസ്ഥാനത്ത് എവിടെയാണ് വികസനമില്ലാത്തത്? വെട്ടിക്കാര സ്കൂള് 5 കോടി രൂപ
ഇപ്പം പട്ടാണി സ്കൂളിൽ 3 കോടി രൂപയുടെ വർക്ക് തുടങ്ങി. പട്ടാണി സ്കൂളിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഏത് റോഡാണ് മോശം? പട്ടാണിയിൽ പോകുന്ന ഏത് റോഡാണ്? PMLDC ഏനാന്ന് വരുന്ന റോഡ് PMLDC. കാറാൻപുഴ പാലം പറ്റി. നിങ്ങൾ അതെല്ലാം ഓട്ട്. കഴിഞ്ഞ ഇലക്ഷനിലാണ് ചോദിച്ചു, കൊച്ചിക്കിളവിൽ ഒരു പാലം ഉണ്ടെന്ന് നിങ്ങൾ വെറുതെ പറയുന്നതാണ്. കൊച്ചിക്കിളവിലെ പാലം തീർന്നു, പെയിന്റ് ഏത് വേണം എന്ന് ചോദിച്ച് എന്നെ സമീപിച്ചിട്ടുണ്ട്, വരച്ച് തന്നിട്ടുണ്ട്. ഇത് ഏത് പെയിന്റ് വേണം? അത് ഇന്നോ നാളെ രാത്രി കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം പെയിന്റ് അടിക്കും. അപ്പൊ കൊച്ചിക്കാവിൽ പാലം പറഞ്ഞെടുത്തിട്ട് അത് പറ്റി വെറുതെ പറഞ്ഞു. 20 പാലം തൂക്കിയിട്ടുണ്ട്. എവിടെ? പിന്നെ വലിയ തോപ്പ് കടൽ 20 പാലം കാണിച്ച് സിമന്റ് പാലം ആക്കുന്നുണ്ടോ? പക്ഷെ ഞാനത് കണക്കാക്കിയപ്പോൾ തെറ്റിപ്പോയി. കാരണം അറിയാം, ഭയങ്കര വീതിയോടിയ സ്ഥലത്താണ് പാലം നിൽക്കുന്നത്. ആ കൽക്കയാണ് ഇത്രയും വീതിയുള്ള സ്ഥലമില്ല. അവസാനം എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയാൽ 18 കോടി ഇവിടുത്തെ. അപ്പം 18 കോടി ആകുമ്പോൾ പറഞ്ഞു നവാഡിൽ നിന്ന് തരാം എന്ന് പറഞ്ഞു. സാറേ 20 കോടി ഉണ്ടെങ്കിലേ പറ്റുന്നു. ഞാനെന്ത് ചെയ്ത് അതിൻ്റെ അപ്രോച്ചിലൂടെ ചേർത്ത് അങ്ങ് വിടവൂര് മുതൽ അങ്ങ് തരിയന്തോപ്പ് കടവിൽ അപ്പുറത്ത് ചേർത്തത് വരെ അങ്ങ് ചേർത്ത് 20 കോടിയാക്കി കൊടുത്തു. ബഡ്ജറ്റിൽ നമ്മൾ 20 കോടി നീതി കൊടുത്തു. അതിൻ്റെ 4 അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായി കഴിഞ്ഞു അതിൻ്റെ ഏസെടുക്കും തരിയന്തോപ്പ് കടവിൽ കല്ലടയാറിന് കൂടെ MLA ആയി വന്ന ഗണേഷ് കുമാർ 25 വർഷത്തിനുള്ളിൽ നിർമ്മിക്കുന്ന 8ാമത്തെ പാലം അവിടെ വരുമ്പോൾ, അവിടെ കിടക്കുന്ന തൂക്കുപാലം എടുത്ത് ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ജയിപ്പിച്ചൊക്കെ വിടുക. നമ്മൾ അവിടെ വന്ന് ആ പാലം അഴിച്ച് MLA ഫണ്ടിൽ മാലൂർ കൊണ്ടുവയ്ക്കും. അപ്പുറത്ത് കയറാൻ വേണ്ടി മാലൂരിൽ പട്ടാഴിയിലുണ്ട്, നടന്ന് കയറാൻ വേണ്ടി തൂക്കുപാലം ഇടയ്ക്ക് ബാക്കി പൈസ കൂടെ കൊടുത്ത് ഇതേ മെറ്റീരിയൽ ബാക്കി മെറ്റീരിയൽ വാങ്ങിച്ച് അവിടെ കെട്ടി 9ാമത്തെ പാലം. 9ാമത്തെ പാലം മാങ്കോട് സ്റ്റേഡിയം 2 കോടി രൂപ വെച്ചിട്ടുണ്ട്. മാങ്കോട് സ്റ്റേഡിയം ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പത്തനാപുരം പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പത്തനാപുരം പഞ്ചായത്തിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ 4 കോടിയുടെ കെട്ടണം. ബ്ലോക്ക് പഞ്ചായത്തിന് 4 കോടിയുടെ കെട്ടണം. ഇത്തവണ വെട്ടിക്കാല പഞ്ചായത്തിന് കഴിഞ്ഞ 5 കൊല്ലം ആരും ചോദിച്ചില്ല. ഉടമണമെന്ന് ചോദിച്ചാൽ അടുത്ത വെട്ടിക്കാല പഞ്ചായത്തിനാണ് കെട്ടോ വെച്ച് കൊടുക്കണം. വെട്ടിക്കാല പഞ്ചായത്തിൽ ഇപ്പം നമ്മളെ പറഞ്ഞു മറ്റേ പറഞ്ഞ ചോദിച്ചില്ല. അസീലാണ് അവസാനം ചോദിച്ചത്. സാറെ കെട്ടണം എപ്പോഴും സമയം താമസിച്ചു. വെട്ടിക്കാല പഞ്ചായത്തിൽ കെട്ടണം വയ്ക്കും. വെട്ടിക്കാല പാലമുക്ക് സ്കൂളാണ്, കുളിച്ചിരിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ PTA ഹെഡ്മാസ്റ്റർ എന്നെ കണ്ടു. സാറെ ഞങ്ങളെ സഹായിക്കാൻ പറ്റും, പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. ആ 3 ദിവസം ഇപ്പം ഇന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞു എനിക്ക് ആ സ്കൂൾ മതിയെന്ന്. കമ്മഞ്ചേരി പിടവൂർ സ്കൂൾ പറഞ്ഞിട്ടുണ്ട്. ആ പാലമുക്ക് സ്കൂളിന് പണം അനുവദിക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഫോൺ വന്നു, 2 സ്കൂളുകൾ അനുവദിക്കും, അത് കൂടാതെ ഒരു ഹയർ സെക്കൻഡറി കെട്ടണം കൂടി തരാം. അതൊക്കെ വേണമെന്ന് ചോദിച്ചു. അത് ഞാൻ പട്ടാഴിയിൽ മറിച്ചിട്ടുണ്ട്. പട്ടാഴി പോകുന്ന സ്കൂൾ അത് പറ്റാത്ത സ്കൂൾ അതിന് അതിന്റെ കണക്ക് വരും. നിങ്ങൾ കണ്ടുള്ളൂ ഫേസ്ബുക്കിലൊക്കെ കാണാം. ഇത് ഫോട്ടോ 55 കെട്ടണങ്ങളുടെ 55 സ്കൂള്. അല്ല, പിണറായി സർക്കാർ വന്നിട്ട് 10 കൊല്ലം. അതിനൊരു 1 വർഷം മുമ്പ് 1.5 വർഷത്തെ ഞാൻ അങ്ങോട്ട് ആരംഭിച്ചു. 3 സ്കൂളൊക്കെ വെച്ചു, 8 സ്കൂൾ വെച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ അത് 55 സ്കൂൾ. ഞാൻ 48 വരെ തെണ്ണി. ഇപ്പൊ ഈ വിവാദം വന്നപ്പം ഇയാൾ കണ്ണുവാന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ തെണ്ണി നോക്കി. തെണ്ണിയപ്പോൾ കറക്റ്റ് 45. അല്ല 55, 45 48 അല്ല 55. എവിടെ പറയേണ്ട കാര്യമൊന്നും പത്തനാപുരത്തെ ജനങ്ങൾ ഞങ്ങളില്ല. ഞങ്ങൾ സത്യമേ പറയും. ഞങ്ങൾ കൊണ്ടുവന്ന വികസനങ്ങൾ നിങ്ങൾക്ക് കാണാം, തൊട്ടു നോക്കാം, അനുഭവിക്കാം. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവർ മക്കൾക്ക് പഠിക്കാനാണ് സർക്കാർ സ്കൂൾ, സർക്കാർ ആശുപത്രികൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ഉപകേന്ദ്രങ്ങൾ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, ഇതെല്ലാം നമ്മൾ നിർമ്മിച്ചിരുന്നു. ഇത്രയും വലിയ ആശുപത്രി, 7 സ്പെഷ്യാലിറ്റിയുള്ള ഇത്രയും വലിയ ആശുപത്രിയുള്ളവർ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻകാരുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അവർ CSR ഫണ്ട് തരുന്നു. 65 ലക്ഷം രൂപയ്ക്കുള്ള ലാബറട്ടറി ഉപകരണങ്ങൾ നമ്മുടെ എല്ലാ PHCയിലും വന്നു തരും. 65 ലക്ഷം രൂപ തരാൻ പറ്റും. ഇവിടുത്തെ ഇവിടെ ആവശ്യമുള്ള എന്താണെന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ച് ലിസ്റ്റ് എടുത്ത് അവർക്ക് കൊടുത്ത് അവർ പർച്ചേസ് ചെയ്തു ഇവിടെ എത്തിച്ചേരും. നമ്മുടെ പർച്ചേസ് ഒന്നും ചെയ്യണ്ട, അവർ വാങ്ങിക്കോ. അവരെ CSR ഫണ്ടിൽ അവർ വാങ്ങി സംഭാവന ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 65 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മുടെ വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് CSR ഫണ്ട് കൊടുക്കാൻ. അത് എല്ലാ രംഗത്തും ഒരു കുറവുമില്ല. ഈ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ MLA ഫണ്ട് PHSയുടെ പട്ടാഴിയടക്കം എക്സ്റേ യൂണിറ്റുകൾ സ്ഥാപിക്കുക. പാവപ്പെട്ടവർക്ക് സൗജന്യമായി സൗജന്യ നിരക്കിലും ആണ്. പാലവാതി പറഞ്ഞ പോലെ മരിച്ചു എന്ന് കരുതി വെന്റിലേറ്റർ വയ്ക്കണമെന്ന KSRTC നമ്മൾ എഴുന്നേറ്റില്ല. പത്തനാപുരത്തുകാർക്ക് അഭിമാനിക്കാം, നമ്മൾ എഴുന്നേൽപ്പിച്ചു. ഞാനല്ല, നമ്മൾ ഒരുമിച്ച്. പത്തനാപുരത്തുകാർ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധി മന്ത്രിയാകുമ്പോൾ സ്റ്റേറ്റ് മുഴുവൻ പോണ്ടി വരും. പല ദിവസങ്ങളിൽ പല തരത്തിൽ എത്താൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇതെന്നും തലവേദനൊരു സാധനമാണ്. അവിടെ വേണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. രാത്രി 1 മണിക്കെങ്കിൽ ഫോൺ വരുന്നെങ്കിൽ ആളുകൾ എടുക്കാൻ പോകും. 1 മണിക്കേക്ക് വെച്ചിട്ട് സാറേ എന്നെ വണ്ടി വരുന്ന ഛർദ്ദിച്ചെന്നെ പുറത്ത് വീണ് ഞാൻ എത്തിയാൻ പറ്റും, പോയി തുടയ്ക്കാൻ പറ്റുപോയി. സാറേ എന്നെ ഇവിടുന്ന് എന്നെ പുറത്തോട്ട് തോളി ചാഞ്ഞൊന്ന് ഉറങ്ങുന്നു, അത് എനിപ്പിച്ച് വിടും. ഇതൊക്കെയാണ് പറയുന്നത് രാത്രി വെച്ചിട്ട്. എന്നെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ തോന്നില്ല. 11 മണിക്കൂർ വണ്ടി ബ്രേക്ക് പോകണം, ഇവിടെ കിടക്കുക. ഇങ്ങനെ വിളിക്കാൻ
പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിച്ചു. KSRTC ജീവനക്കാരെ സ്വീകരിച്ചു. 1-ാം തീയതി അവർക്ക് ശമ്പളം കൊടുത്തു. അത് പറയുമ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കിയത് കോൺഗ്രസ്സുകാരും UDFകാരും. ഇതിനെ നശിപ്പിക്കാവുന്നതിന് പരമാവധി നശിപ്പിച്ചു. ബഹുമാനായ ആര്യാടൻ മുഹമ്മദ് സാർ പരിചയസമ്പന്നായ വലിയ പ്രതിമയായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്നെ പറയുന്നു ഇത് അടച്ചു കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇത് താനേ നിലയ്ക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രവചനം. പക്ഷെ ഇന്ന് KSRTC താനേ നിലച്ചതുമില്ല, അടച്ചു കൂട്ടിയതുമില്ല. KSRTC ഇന്ന് കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ പോലും നിങ്ങളറിയാം, ബഡ്ജറ്റ് ടൂറിസത്തിൽ കൊല്ലം ജില്ലയാണ് മുമ്പിൽ വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ വരുമാനം ഒരു മാസം 1 കോടിയിൽ താഴെ. കഴിഞ്ഞ മാസം നമ്മുടെ വരുമാനം 4.5 കോടിക്ക് മേളിലാണ്. ഈ മാസം അത് 5.5 കോടിക്ക് മേളിലേക്ക് കയറിയത്. ഈ ജനുവരി മാസത്തിൽ 5.5 കോടിയിലേക്ക് കയറി. അത് കൊല്ലം ജില്ലയിൽ ഒന്നാമത് നിൽക്കുന്നത് പത്തനാപുരം ഡിപ്പോ ആണ് എന്ന അഭിമാനം നമുക്ക്. പത്തനാപുരം ഡിപ്പോ ആണ് കേരളത്തിലെ 93 ബസ് സ്റ്റേഷനുകളും. ആ 93 ബസ് സ്റ്റേഷനും മിക്കവാറും എല്ലാ ദിവസവും 1-2 ദിവസം ഒഴിച്ചാൽ 1-2 താഴോട്ട് 5-6 പോകുന്നുണ്ടോ ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും ലാഭത്തിലാണ് പോകുന്നത്. വരവും ചെലവും തമ്മിലുള്ള അന്തരം വെച്ച് നോക്കിയാൽ ലാഭത്തിലാണ് പോകുന്നത്. 8.5 കോടി രൂപയിൽ KSRTC വരുമാനം വന്നാൽ KSRTC ലാഭമിച്ച ഉണ്ടാകും എന്നാണ് ലാഭം. ഇന്ന് പല ദിവസങ്ങളിൽ 9 കോടി, 9.25 കോടി, 10 കോടിയിലാണ് KSRTC നീങ്ങുന്നത്. ഏതെങ്കിലും KSRTC പക്ഷേ അഴുക്കായിട്ട് പോകുന്നുണ്ടോ? ഒരഞ്ഞൊന്നും പുറകെ കഴിയാതെ ഒരെണ്ണം കഴുകാതെ പോകുന്നുണ്ടോ? ഇനി കഴുകാൻ വേറെ കോൺട്രാക്ട് കൊടുക്കുന്നുണ്ട്. അത് വരുമ്പോൾ കുറച്ചുകൂടെ കഴുകി വൃത്തിയാക്കുന്നു. കഴിഞ്ഞ ദിവസം കുന്നിക്കോടുള്ള ഒരു ചെറുപ്പക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയത് കിട്ടിയതേ ദിനേഷ് കുമാർ വണ്ടി കഴുകാൻ പറഞ്ഞതുകൊണ്ട് അക്ഷി കിട്ടത്തില്ലായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിന്റെ സംഭാഷണം ഉണ്ടായിരുന്നു. രാത്രി ഒരു ഫോൺ വരുന്നു. ബസ് സ്റ്റാൻഡ് തൂത്തപ്പോൾ ബസ്സിനകത്തുനിന്ന് ബസ് വൃത്തിയാക്കുന്ന പതിവില്ല. അപ്പോൾ ബസ് വൃത്തിയാക്കുമെന്ന് രാത്രി വൃത്തിയാക്കാൻ കയറിയപ്പോൾ ഒരു പാക്കറ്റ് കിട്ടി. ആ പാക്കറ്റിനകത്ത് ഒരു പാസ്പോർട്ടും ബസ്സിന് ഒരു ടിക്കറ്റുമാണ്. അതെടുത്ത് നോക്കിയപ്പോൾ പത്തനാപുരത്തുകാരനാണ്. ഉടൻ വിളിച്ചു. അപ്പൊ എന്റെ ഓഫീസിൽ നിന്ന് അച്ഛൻ അജികുമാർ അവിടെ നിന്ന് വിവരം കിട്ടി. അവിടെ നിന്ന് കുന്നിക്കോട് CI പത്തനാപുരം CI വിളിച്ചു. ഉടനെ നിങ്ങൾ ഇടപെടണം, അന്വേഷിക്കും. അപ്പൊ വീട് കണ്ടുപിടിച്ച് ആളെ വിളിക്കുമ്പോൾ ആളെ വിടില്ല. എവിടെ നിൽക്കുന്നു? ചെങ്ങന്നൂർ നിൽക്കുകയാണ്. എന്തിനെന്നറിയാമോ? ഈ ഇതുകൊണ്ട് കളഞ്ഞതിന്റെ പേരിൽ ഗൾഫിൽ പോകാൻ പറ്റാതെ വീട്ടിൽ വഴക്കുണ്ടായതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ അടുത്ത വരുന്ന ട്രെയിനിൽ ചാടാം എന്ന് പറഞ്ഞ് നിൽക്കപ്പെടാണ് ഫോൺ വരുന്നത്. പാസ്പോർട്ട് കിട്ടി, വിസ എല്ലാം കിട്ടി. തിരുവനന്തപുരത്തുണ്ട്, KSRTC ഉണ്ട്. വിട്ടോ തിരുവനന്തപുരത്തേക്ക് മരിക്കാൻ നിന്ന ട്രെയിനിൽ കയറി അടുത്ത വണ്ടിക്ക് ചാടാമെന്ന ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് പോയി വിസ വാങ്ങിച്ച് ഗൾഫിലേക്ക് പോകാൻ ആ മനുഷ്യൻ കഴിഞ്ഞു. അതൊക്കെ നന്മയുടെ ഭാഗമുള്ള സുഹൃത്തുക്കളെ. കുത്തിത്തിരിപ്പില്ലാത്തതുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ. കുത്തിത്തിരിപ്പില്ല. ഒത്തരം പണി വയ്ക്കുന്ന പാല വയ്ക്കുന്ന പരിപാടി എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ആർക്കും പാല വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഞാൻ ദൈവവിശ്വാസിയാണ്. എനിക്ക് ഭയമില്ല. ഞാൻ ആരെയും പാല വെച്ചിട്ടില്ല, വേല വെച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ സത്യത്തിന് വേണ്ടി പോരാടി. നിങ്ങൾ മനസ്സിലാക്കൂ. KSRTC ബസ്സിലെ ഡ്രൈവർമാരും കണ്ടക്ടറും മദ്യപിക്കരുത് ഞാൻ നിർബന്ധം പിടിച്ചു. അവരെ കുടുംബത്തിന് ആശ്വാസം ഉണ്ടായി. അതുകൊണ്ട് കഴിഞ്ഞ വർഷം KSRTC മൊത്തം അപകടത്തിന്റെ എണ്ണം 375 കണ്ട. ഈ വർഷം മൊത്തം 375 താങ്ങുന്നു. മരണം 68 അത് 63 കുറഞ്ഞു. മേജർ ആക്സിഡൻസ് 384 കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് കുറഞ്ഞ് 187 കണ്ടായി. എത്ര കുറഞ്ഞത്? മരണം 68 63. പലതും ഇങ്ങോട്ട് വന്ന് ഇടിച്ച് മരിച്ചതാണ്. അല്ല, KSRTC ഡ്രൈവർ അങ്ങോട്ടൊന്നും മേടിച്ചു പോകുന്ന കേസുകൾ വളരെ അതും കുറവാണ്. കുറേയധികം ഇങ്ങോട്ടൊന്നും ഇടിച്ച് മരണം കൂടി ചേർന്ന് എടുത്തിരിക്കുക. ആക്സിഡന്റിൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. പലപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഇടത്ത സമയത്ത് നിലമേൽ അയ്യപ്പന്മാർ വന്ന വണ്ടി ഇടിച്ച് 2 പേര് മരിച്ചു. അത് ഇങ്ങോട്ടൊന്ന് കയറിയായിരുന്നു ബസ്സിലേക്ക്. ഉറങ്ങിപ്പോയിട്ടൊന്നും കയറിയതാണ്. അപ്പൊ അങ്ങനെ KSRTC നന്നാക്കി അതിൽ അഭിമാനം കൊണ്ടത് പത്തനാപുരത്ത് ബാലമാര് പറഞ്ഞ ചെറുക്കല്ലേ. നിങ്ങൾ തെരഞ്ഞെടുത്ത MLA അല്ലേ ട്രാൻസ്പോർട്ടിന്റെ മന്ത്രി? അയാൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിമാനമല്ലേ വാനോളം ഉയരുന്നത്? ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വികസനം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. വിഴിഞ്ഞ തുറമുഖത്തിലൊന്നും ആർക്കും അവകാശവാദം ഉന്നയിക്കാനില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ പണം അനുവദിച്ചാൽ പോരാ, പണം തീർക്കണം ഇല്ലേ? ഇവിടെ പണി തീർക്കണ്ടേ? അതുകൊണ്ട് പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാം നടപടിയെടുത്തത്. കാരണം പോർട്ടിന്റെ പണി തുടങ്ങി അവിടെ മുതൽ ഇങ്ങോട്ട് ഈ പോർട്ടിന്റെ പണി ഓരോ ഘട്ടത്തിലും വന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് ആവശ്യമുള്ള പൈസ എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. അത് നമ്മൾ അംഗീകരിക്കുക. അല്ലാതെ എന്റെ കല്യാണം ഞാൻ ഈ പോർട്ട് സ്വപ്നം കണ്ടാണ്. കേരളത്തിൽ ആദ്യമായി തോമസ് മാഷ് പറയുന്നത്, കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ മെട്രോ എന്ന ആശയം പറയുന്ന ഞാനാണ്. ആന്റണി സർക്കാർ ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ട് ഈ ആശയം പറയുന്ന ഗണേഷ് കുമാറാണ് എന്ന് കരുതി കൊച്ചി മെട്രോ ഞാനാണ് ഉണ്ടാക്കിയത്. ആശയം പറഞ്ഞു വെച്ച് ഞാനല്ലല്ലോ കൊച്ചി മെട്രോ ഉണ്ടാക്കിയത്, അത് വേറെ ആൾക്കാരല്ലേ. ഞാൻ കൊച്ചി മെട്രോ ഉണ്ടാക്കിയത് പറഞ്ഞ് ഇറങ്ങണ്ടായിരുന്നു. അല്ലെ എന്റെ മനസ്സിൽ തോന്നിയൊരു ആശയം ഞാൻ പറഞ്ഞു. ആ ആശയം സ്വീകരിച്ചു. പിന്നീട് അത് സ്വീകരിക്കപ്പെട്ടു, അത് നടപ്പിൽ വന്നു, അത് ഉപകാരപ്രദമായി മാറി. അപ്പൊ അത് കൊച്ചിയിലെ മെട്രോ എന്റെ എന്ന് പറയുന്നതാവില്ല. അത്തരം പൊക്കച്ചോ നമ്മളെ ഇല്ല. ഉള്ളതേ പറയും. അത് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുള്ളത് കണ്ടാൽ അറിയാം.
ആശുപത്രിയും വന്നു, കൊച്ചിക്കളവിൽ പാലം വന്നു, വലിയത്തോടെ ഇപ്പോൾ പാലിന്. ഇതൊക്കെ LDF നേട്ടമാണ്, LDF പ്രവർത്തകരുടെ നേട്ടമാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ നേട്ടമാണ്. ജാതിക്കും മതത്തിലും രാഷ്ട്രീയത്തിലും അതീതമായി ഈ നാടിന് നന്മ സമ്പരം കാണുന്ന ഈ നാട്ടിൽ നല്ലവരായ ജനങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്, അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്, അവർ നേടിയെടുത്തതാണ്. 25 വർഷം എന്നെ MLA ആയി തിരഞ്ഞെടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെമ്പാട് വികസനത്തിന്റെ വലിയ വേലിയേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച്, കള്ളക്കാര്യങ്ങൾ പ്രചരിപ്പിച്ച്, ജനങ്ങളെ തട്ടിക്കാൻ ജാതി മത ചിന്തകൾ ഉണർത്തിവിട്ട് ശ്രീനാരായണ ഗുരുദേവിന്റെയും മന്നത്ത് പത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ ആശയങ്ങളെ തകർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും വിജയിച്ചു കയറാമെന്ന UDFന്റെ വ്യാമോഹത്തിന് വിരാമിട്ടുകൊണ്ട് ഈ വികസന ജാഥയെ നിങ്ങൾ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി പറഞ്ഞു, ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ പത്രാവരത്തിന്റെ മുക്കിലും മൂലയിൽ നമ്മളെത്തും. അവിടെ ഓരോ സ്ഥലത്തെയും വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ നേതാക്കൾക്ക് കഴിയും. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ UDFന്റെ കള്ളത്തരങ്ങൾ, വർഗീയതയുടെ വർഗീയ അകത്ത് ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ കരുത്തുള്ള നേതാക്കന്മാരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. കേരളത്തിലെ ജനങ്ങളെ അറിയുന്നത് ഇവിടെ മാത്രമല്ല, ശ്രീ ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലും ഗോവിന്ദ മാഷിന്റെ നേതൃത്വത്തിലും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ 3 ജാഥകൾ കേരളത്തിൽ കടന്നു വരുന്നു. അതിലെ ബിനോയ് വിശ്വ ജാഥ 9-ാം തീയതി പത്രാവരത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം. ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് കേരളത്തിലെ ജനങ്ങളെ എന്താണ് പിണറായി സർക്കാരിന്റെ ഗുണം, എന്താണ് ഉണ്ടായ വളർച്ച, എന്താണ് മാറ്റങ്ങൾ. ഇവിടെ മതസ്പർദ്ധ ഉണ്ടായില്ലെന്ന് മാത്രം നിങ്ങൾ ആരെങ്കിലും ആദ്യമായി പറഞ്ഞു. ഇവിടെ ഒരു മതസ്പർദ്ധ വർഗീയതകളെ ഉണ്ടായില്ല 10 വർഷത്തിലേക്കുള്ള 10 വർഷത്തിനിടയിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല. ഇതെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ്. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർന്നു, എത്ര ഉന്നതികൾ മാറി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനൊപ്പം ശക്തമായി തോളോട് തോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകണം. രാജ്യത്തെ മതേതരത്വം നിലനിൽക്കേണ്ടതുണ്ട്, ഈ നാട്ടിലെ മതസൗഹാർദ്ദം നിലനിൽക്കേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞല്ല, നന്മയുടെ പേര് പറഞ്ഞു, വികസനത്തിന്റെ പേര് പറഞ്ഞു, പുരോഗതിയുടെ പേര് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഒപ്പം നിങ്ങൾ എല്ലാവരും അണിനിരക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.